ആത്മീയ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടതുമായ ഈ നല്ല സമയത്തെ ഓർത്ത് നിറഞ്ഞ മനസ്സോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനിയ കർത്താവിന്റെ ദാസൻ അപ്പോൾ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്തിനകത്തായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വളരെ വിശ്വസ്തയോടെ ചെയ്യുന്ന എല്ലാ മാന്യ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം കൊടുത്ത വാത്സല്യ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അപ്പോൾ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാ മാന്യ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏതൊരു മീറ്റിങ്ങിന്റെ പിന്നിലെ ജയം എന്ന് പറയുന്നത് ആ മീറ്റിങ്ങിനകത്ത് വാഴുന്ന വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം തന്നെയാണ്. ഒരു യോഗത്തിൽ ഇറങ്ങി വരുമ്പോഴാണ് ആ മീറ്റിംഗ് ജയിച്ചു എന്ന് നാം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവവചനവുമായിട്ടും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സാക്ഷ്യമായിട്ടും നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് എനിക്ക് ഒരു അവസരം നൽകി. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് സഞ്ചരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ആക്ച്വലി എൻ്റെ സ്വന്തം സ്ഥലത്തിനകത്തല്ല ഇപ്പോൾ ഉള്ളത്. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. കാറിനകത്തിരുന്ന് ട്രാവലിംഗിന്റെ ഇടയിൽ തന്നെ ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ അല്പം കൂടെ നേരത്തെ ഈ മീറ്റിംഗ് സ്ഥലത്തിനകത്ത് എത്തുവാനുള്ള സാഹചര്യം എനിക്ക് ലഭ്യമായി. അതുകൊണ്ട് അവരൊരുക്കിയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. മഹത്വം എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ അർപ്പിക്കുന്നു, അർപ്പണം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് തരാമെന്ന് പറഞ്ഞ സമയത്തേക്കാൾ അല്പം കൂടെ മുമ്പിലേക്ക് സമയം പോയി. ആക്ച്വലി ഇവിടുത്തെ ഒരു മീറ്റിങ്ങിന്റെ ടൈം ഷെഡ്യൂളും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ദൈവദാസനോട് ഒരു സമയം അതിൻ്റെ ഒരു പെർഫെക്ഷൻ ചോദിച്ചിരുന്നു. ആരാധനകൾ ആത്മീയ സാന്നിധ്യത്തിൽ മുമ്പോട്ട് പോയത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശരിക്കും ഇവിടെ 6:30 ആകുമ്പോഴാണ് മീറ്റിങ്ങുകൾ ആരംഭിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഇന്ത്യൻ സമയം 5:40 കഴിയുന്നു. സമയങ്ങൾക്ക് നമുക്ക് ഒത്തിരി പരിമിതി ഉണ്ടെങ്കിലും പരിധിയും പരിമിതി ഇല്ലാത്ത ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമുഖ സന്ദേശങ്ങൾക്ക് ഞാൻ ഒട്ടും ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ ശുശ്രൂഷകളിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ഞാൻ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിന്റെ ഹൃദയത്തിനകത്ത് നിയോഗം നൽകിയ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം എടുക്കുക. അതിന്റെ 14-ാമത്തെ വാക്യം ഒത്തിരി ഫെമിലിയർ ആയിരിക്കുന്ന ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ആമേൻ. വളരെ പ്രൗഢഗംഭീരമായ ഒരു വാക്യമാണ്. ഇന്ന് രാവിലത്തെ മത്തായി 5-ാമത്തെ അധ്യായം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഞാൻ ആമുഖ ഭാഗത്തിനകത്ത് പറഞ്ഞതുപോലെ ഈ വാക്യം നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണാതറിയാവുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ദൈവവചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ബൈബിളിൽ കിടക്കുന്ന വാക്യം അവന് വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അപ്പോൾ 2 രാജ്യങ്ങൾ, 2 സ്ഥലങ്ങളിൽ 2 ടൈം ഷെഡ്യൂളിനകത്ത് ഇരുന്നാണ് നമ്മൾ ഈ ഭാഗം സംസാരിക്കുന്നതെങ്കിലും കർത്താവിന്റെ വചനത്തിന് ഭയങ്കര ശക്തി ഉള്ളത് കൊണ്ട് ഇന്ന് രാവിലെ നമ്മളെ അടുക്കിലേക്ക് വചനം എത്തും. വചനം നമ്മളെ വിടുവിക്കും. മാനുഷിക വാക്കുകൾക്ക് ശക്തിയില്ല, പക്ഷെ വചനത്തിനൊരു ഭയങ്കര പവറുണ്ട്. ആ വചനം ഇന്ന് രാവിലെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തട്ടെ. മത്തായിയുടെ സുവിശേഷം, മത്തായി എന്ന് പറയുന്ന ആ പേരിന് തന്നെ നിരവധി അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ദാനം എന്നാണ് ആ പേരിന്റെ അർത്ഥം. മത്തായി, നിങ്ങൾ ആദ്യമായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നതെങ്കിൽ എവിടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മത്തായി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനം എന്നാണ് ആ പേരിന്റെ അർത്ഥം. സ്തോത്രം. ഈ മത്തായിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ 8-ലധികം പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ് മത്തായി എന്ന് പറയുന്നത്. എനിക്കറിയാം നിങ്ങളുടെ ഫേസുകൾ എനിക്ക് അത്രയും ക്ലിയർ അല്ല, എങ്കിലും ആ ഇരിപ്പും ആവേശവും ഒക്കെ കാണുമ്പോൾ ആ 8 പ്രത്യേകതകളും എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ നിന്നാൽ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പ്രത്യേകത, മത്തായിയെ കുറിച്ചുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടും. മത്തായിയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കണോ? ഈ മനുഷ്യനാണ് യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ പേരെഴുതുന്നത്. സ്തോത്രം. അപ്പൊ 12 ശിഷ്യന്മാരുടെ പേര് 10-ാമത്തെ അധ്യായത്തിൽ മത്തായി എഴുതുമ്പോൾ മത്തായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, തുടങ്ങുന്ന ഒരു വാക്കുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരുടെ പേരുകൾ ഇതാണ്, അപ്പോസ്തലന്മാരുടെ പേരുകൾ ഇതാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പേര് മത്തായി എഴുതുകയാണ്. 1-ാമന്റെ പേര് പത്രോസ് എന്നാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞ് ആരംഭിക്കാം. ഈ പേപ്പർ മത്തായിയുടേതാണ്, ഈ മത്തായിയുടേതാണ്. ഇത് എഴുതുന്നത് മത്തായിയ. വേണമെങ്കിൽ ആരുടെ പേര് എഴുതാം. സ്തോത്രം. മത്തായിയുടെ പേര് എഴുതാം. നമ്മളായിരുന്നെങ്കിൽ ആരുടെ പേര് എഴുതിയേനെ? ഞാനായിരുന്നെങ്കിൽ എന്റെ പേര് എഴുതി തുടങ്ങുള്ളൂ. പക്ഷെ മത്തായിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, ആ മനുഷ്യൻ ഇത് എഴുതുമ്പോൾ 1-ാമന്റെ പേര് പത്രോസ് എന്ന് എഴുതി തുടങ്ങി. സ്തോത്രം.
ഇന്ന് രാവിലെ ഈ സ്ഥലം സഭയോട് ഞാൻ പറയുന്നു, പ്രിയരെ, നമ്മൾ ഷോ ഓഫ് കാണിക്കുന്നതിനേക്കാൾ അപ്പുറം, നമ്മുടെ പേര് ഉയരുന്നതിനേക്കാൾ അപ്പുറം, നമ്മുടെ കൂട്ടത്തിലുള്ളതിനെ ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതൊരു അസാധാരണമായ ക്വാളിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. കൂടപ്പുറപ്പുകളെ ഒന്ന് പൊക്കിക്കൊണ്ടുവരണം, അവരുടെ പേരുകളൊന്ന് ഉയരണം. സ്തോത്രം. എനിക്കൊരു വിടുതലില്ലേലും സാരമില്ല പാസ്റ്ററെ, എന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് ഒരു ദൈവപ്രവൃത്തി നടക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവര് ഈ സഭയ്ക്കകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ വാഴുന്ന ക്വാളിറ്റി അസാധാരണമായ ക്വാളിറ്റിയാണ്. ഇങ്ങനെ 8ലധികം ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് മത്തായി എന്ന് പറയുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തില് 4 ഗ്രൂപ്പുകളെയാണ് മത്തായി അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ എന്റെ മെസ്സേജിന് പൊതുവെയുള്ള പരാതി എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ്. ഇതൊരു 20 മിനിറ്റ് എനിക്ക് ഡിലേ ആയി തന്നതുകൊണ്ട് അതും കൂടെ കവറപ്പ് ചെയ്യാൻ ഇച്ചിരി കൂടെ സൂപ്പർ ഫാസ്റ്റിലേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ഓർഡിനറി ബസ്സിൽ കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങണം, സൂപ്പർ ഫാസ്റ്റ് പിടിക്കണം, എന്റെ കൂടെ വരണം. എന്നാൽ ഇത് പറഞ്ഞ് നമുക്കൊന്ന് ഒരുമിച്ച് ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ 4 ഗ്രൂപ്പിനെയാണ് മത്തായി അഭിസംബോധന ചെയ്യുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരീക്ഷ കൂട്ടമാണ്, പരീക്ഷന്മാർ. നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ ആ പേര് നിങ്ങൾക്ക് കാണാം, പരീക്ഷന്മാര്. ആരെ ഈ പരീക്ഷന്മാരെ നിങ്ങൾക്കറിയാമോ? യഹൂദന്മാർ അടങ്ങുന്ന വലിയ കൂട്ടം, യഹൂദന്മാരുടെ വലിയ കൂട്ടം. അവർ ഈ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂട്ടമാണ് യഹൂദന്മാർ എന്ന് പറയുന്നത്. ഈ യഹൂദന്മാരെ വിദേശികളുടെ സമ്പ്രദായത്തിൽ നിന്നും സംരക്ഷിക്കാൻ വന്ന കമ്മ്യൂണിറ്റിയാണ്, സംഘടനയാണ് ഈ പരീക്ഷ കൂട്ടം എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറയാം, ദൈവത്തിന്റെ ജനമായ യഹൂദന്മാരെ വിദേശ സമ്പ്രദായത്തിൽ നിന്നും ഒന്ന് സംരക്ഷിക്കണം എന്ന് ചിന്തിച്ച് പുറത്തു വന്ന, അവർക്ക് വേണ്ടി ഒരു ബാക്ക് സപ്പോർട്ടായി നിന്ന ഒരു സംഘടനയാണ് ഈ പരീക്ഷ കൂട്ടം എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് പ്രമാണത്തോട് ഭയങ്കര ഇഷ്ടമാണ്. ന്യായപ്രമാണം, മോശയുടെ കൽപ്പന, ഇതൊക്കെ അവർക്ക് ഭയങ്കര പ്രൗഢഗംഭീരമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷന്മാരുടെ കൂട്ടങ്ങൾക്കും ഇത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. യഹൂദന്മാർ എന്ത് ഫോളോ ചെയ്യുന്നോ അത് പരീക്ഷന്മാർ ഫോളോ ചെയ്യും. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ കൂട്ടം പരീക്ഷന്മാരുടെ കൂട്ടമാണ്. എന്തിനു പറയണം, ന്യായപ്രമാണം പോലും ഒരു മതമാക്കാൻ ശ്രമിച്ച കൂട്ടമാണ് പരീക്ഷന്മാരുടെ കൂട്ടം എന്ന് പറയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സദൂക്യരാണ്. സദൂക്യരെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിവുണ്ടായിരിക്കാം. ഈ സദൂക്യന്മാർ പരീക്ഷന്മാർക്ക് നേരെ എതിര് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സദൂക്യർ എന്ന് പറയുന്നത്. പരീക്ഷന്മാർ എന്തുവാ? ദൈവത്തെ ഫോളോ ചെയ്യുന്നു, ദൈവത്തിന്റെ പ്രമാണം സൂക്ഷിക്കുന്നു. എന്നാൽ സദൂക്യർ അങ്ങനെയല്ല, ദൈവത്തെ അവഹേളിക്കുന്നു, ദൈവിക പ്രമാണത്തെ റിജക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് സദൂക്യർ. പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുന്നത് പോലെ. എനിക്ക് തോന്നുന്നു ആ പാർട്ടിയുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞപ്പോൾ കുറെ കൂടെ നമുക്ക് കണക്ട് ആയെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രതിപക്ഷം ഭരണപക്ഷം, അതാണ് ഈ സദൂക്യരും സ്തോത്രം അതെ പരീക്ഷന്മാരും എന്ന് പറയുന്നത്. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഒരു 30 വയസ്സിന്റെ താഴെയുള്ള യൗവനക്കാർ ആ സഭയിൽ ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കുറച്ചുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പരീക്ഷന്മാർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പാപത്തെ അവർക്ക് വെട്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പാപത്തെ വെട്ടുവാൻ അവർ കണ്ടുപിടിച്ചൊരു പ്രയോഗം എന്ന് പറയുന്നത്, ഒരു തിയറി എന്ന് പറയുന്നത്, പാപത്തെ ആവോളം ആസ്വദിക്കുക, പാപത്തെ ആവോളം ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിക്കുമ്പോൾ പാപത്തെ ജയിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇവർ പോകും എന്ന് ചിന്തിച്ചൊരു കമ്മ്യൂണിറ്റിയാണ് സദൂക്യർ. കുറച്ചുകൂടെ നല്ലൊരു ഭാഷ പറയാം, ഒരു ഉദാഹരണം പറയുമ്പോൾ കുറെ കൂടെ മനസ്സിലാകും. മദ്യവെക്കുന്ന ആളാണെങ്കിൽ എന്നും മദ്യവെക്കുക, സ്ഥിരമായിട്ട് മദ്യവെക്കുക, രാവിലെ മദ്യവെക്കുക, ഉച്ചയ്ക്ക് മദ്യവെക്കുക, വൈകിട്ട് മദ്യവെക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ മനുഷ്യൻ മദ്യവെക്കുമ്പോൾ മദ്യത്തോടുള്ള ആസക്തി ഈ മനുഷ്യന് കുറയും, അതിനെ ഈ മനുഷ്യന് ജയിക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ച ഒരു വല്ലാത്ത തിയറിയാണ് ഈ സദൂക്യരുടെ തിയറി എന്ന് പറയുന്നത്. സിനിമ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും സിനിമ കാണുക, രാവിലെ കാണുക, വൈകിട്ട് കാണുക, സ്ഥിരമായിട്ട് സിനിമ കാണുക. അപ്പൊ സിനിമ കണ്ട് അവസാനം സിനിമയോടുള്ള പ്രേമം അങ്ങ് കുറയും, അപ്പൊ പാപത്തെ ജയിക്കാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു തിയറി. അതാണ് ഈ സദൂക്യരുടെ തിയറി എന്ന് പറയുന്നത്. റീൽസ് കാണുന്നവരുണ്ടെങ്കിൽ കരമൊന്നും ഉയർത്തരുത്. റീൽസ് കാണുന്നവരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് റീൽസ് കാണുക, കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ റീൽസ് കാണാനുള്ള ആ ടെൻഡൻസി അങ്ങ് കുറയും, അങ്ങനെ നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ച ഒരു വല്ലാത്ത മോശമായ കൺസെപ്റ്റാണ് സദൂക്യരുടെ എന്ന് പറയുന്നത്. അപ്പൊ ഈ സദൂക്യരെയാണ് മത്തായി ഇവിടെ രണ്ടാമത് അഭിസംബോധന ചെയ്യുന്നത്. ഇനി മത്തായിയുടെ പുസ്തകത്തിൽ മൂന്നാമത് അഭിസംബോധന ചെയ്യുന്നത് ശാസ്ത്രിമാരെയാണ്. ആരാണ് ശാസ്ത്രിമാരെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഒരു പ്രമാണം അങ്ങോട്ട് കൊടുത്താൽ, ഒരു വചനം അങ്ങോട്ട് കൊടുത്താൽ, എൻ്റെ കർത്താവിന്റെ ദാസന്മാരെ, ഈ തലനാരിഴയ്ക്ക് കീറിമുറിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത്. ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ എന്നെ വിളിച്ചു, സന്തോഷം, നിങ്ങളുടെ മുഖം ഒരു പ്രാവശ്യം കൂടെ കാണാൻ പറ്റിയല്ലോ. അല്ല, എനിക്ക് പകരം ശാസ്ത്രിമാരിൽ നിന്ന് ഒരാളെയാണ് നിങ്ങൾ വിളിച്ചതെങ്കിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ എടുത്ത നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ള ഈ വാക്യം ആ മനുഷ്യൻ തലനാരിഴയ്ക്ക് കീറിമുറിച്ച് പഠിക്കും. എത്ര വെളിച്ചമുണ്ട്, വെളിച്ചം പുറത്തു വരാൻ എന്തൊക്കെ ചെയ്യണം, വെളിച്ചം പുറത്തു വന്നാൽ എന്തൊക്കെ നടക്കും, ഇതെല്ലാം തലനാരിഴയ്ക്ക് കീറിമുറിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ള കമ്മ്യൂണിറ്റിയാണ് ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അവർക്ക് പ്രമാണം അറിയാം, വചനം അറിയാം, പക്ഷെ അക്ഷരത്തെ മാത്രമേ അവര് ഏറ്റവും വിലപിടിപ്പായി കാണുന്നുള്ളൂ. ആത്മാവിന്റെ പ്രവൃത്തിയിൽ അവർ അധികം വിശ്വസിക്കുന്നില്ല. യേശു എവിടെയാ ജനിക്കുന്നത് എന്ന് ശാസ്ത്രിമാർക്കറിയാം, പക്ഷെ എന്നാ അവിടം വരെ പോയി കർത്താവിനെ ഒന്ന് കാണണം, അങ്ങനൊരു ചിന്ത അവർക്കില്ല.
പ്രമാണം ഒരു PAPക്ക് പ്രോഗ്രാമിന് വിട്ടാൽ ട്രോഫി എല്ലാം മേടിച്ചുകൊണ്ട് വരും. സൺഡേ സ്കൂളിലെ വാക്യം കാണാതെ പറയും. യൂത്ത് മീറ്റിങ്ങിനെല്ലാം നന്നായിട്ട് ഭയങ്കര ടാലന്റ് അവർക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അഭിഷേകത്തോട് ഒരു കണക്ഷനും ഇല്ല. അതാണ് ഈ ശാസ്ത്രിമാരുടെ കൂട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 4ാമത്തെ കമ്മ്യൂണിറ്റിയാണ് ഹെരോദ്യ മണ്ഡലം എന്ന് പറയുന്നത്. ഹെരോദ്യരടങ്ങുന്ന ഗ്രൂപ്പ്. ആരാ ഹെരോദ്യരുടെ ഗ്രൂപ്പ് എന്നറിയാമോ? അവർക്ക് വചനത്തോടും വലിയ പ്രിയമില്ല, വചനം ഇല്ലെങ്കിലും അവർക്ക് സാരമില്ല. പക്ഷെ അവരുടെ കസേര അവർക്ക് നിലനിർത്തണം. ഞാനാരാ? ഞാൻ സെക്രട്ടറി. നീ ആരാ? നീ പ്രസിഡന്റ്. നീ ആരാ? ഞാൻ ഖജാൻജി. ഈ പൊസിഷൻ അവർക്ക് നിലനിർത്തണം. ആരുടെ കുതികാലെ പിടിച്ച ചെയ്യുന്നത്. ഈ 4 പേരടങ്ങുന്ന കൂട്ടത്തെ മത്തായി അഭിസംബോധന ചെയ്യുമ്പോൾ ഈ 4 പേരോടും മത്തായി പൊതുവിൽ ഒരു ദൂത് പറയുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഈ 4 പേരോടും പൊതുവായി ഒരു ദൂത് പറയുന്നുണ്ട്. ആ ദൂത് എന്ന് പറയുന്നത് ഒരു രാജാവ് വരുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെ മീറ്റിങ്ങിനകത്തിരിക്കുന്ന എത്ര ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് വിശ്വസിക്കും? ഒരു രാജാവ് വരും. സ്തോത്രം. അവൻ രാജാതി രാജാവായിരിക്കും. അവന്റെ പേര് അത്ഭുത മന്ത്രിയമായിരിക്കും. അവൻ വീരനാം ദൈവമായിരിക്കും. 4 വ്യത്യസ്തമായ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം. ഒത്തിരി പേർക്ക് പാരമ്പര്യം ഇഷ്ടമാണ്. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ എത്ര പള്ളി പണിതിട്ടുണ്ടെന്ന് അറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ എത്ര അച്ഛന്മാരുണ്ടെന്നറിയാമോ? ഇങ്ങനെ പാരമ്പര്യത്തെ പിടിക്കുന്ന 1ാമത്തെ കമ്മ്യൂണിറ്റി. 2 പാരമ്പര്യത്തിനെതിരെ നിൽക്കുന്ന സദൂക്യരുടെ കൂട്ടം. 3 വചനത്തെ, അക്ഷരത്തെ മാത്രം വിശ്വസിച്ചു പോകുന്ന ഒരു കൂട്ടം. 4ാമത്തെ കൂട്ടം എന്ന് പറയുന്നത് എങ്ങനെയും കസേര നിലനിർത്തണമെന്ന് ചിന്തിക്കുന്നത്. ഈ 4 പേരോടും മത്തായി ഒരുമിച്ച് ഒരു ദൂത് പറയുക, ഒരു രാജാവ് ഉണ്ടെന്ന്. ആ രാജാവ് ഇവിടെ ഭരിക്കാൻ വരുമോന്ന്. സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. യോഗത്തിനകത്തിരിക്കുന്ന സകല കുടുംബങ്ങളെയും നോക്കിയും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, എന്റെ സാഹചര്യത്തിനകത്ത് ഒരു രാജാവ് വരും. എന്റെ ജീവിതത്തിന്റെ ഏടുകൾക്കകത്ത് ഒരു രാജാവ് വരും. അത് മനുഷ്യനല്ല, അതൊരു പാസ്റ്റർ അല്ല, അതൊരു റവറന്റ് അല്ല, അതൊരു ഡോക്ടർ അല്ല, അതൊരു സോയാൻ അല്ല. പകരം എനിക്ക് രാജാവുണ്ട്. അവനിലേക്കായി എന്റെ മുഖം ഞാൻ നട്ടിരിക്കുന്നത്, അവനിലേക്കായി എന്റെ കണ്ണ് ഞാൻ നട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, എന്റെ സഹായമോ ആകാശത്തെയും പർവ്വതങ്ങളെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ പക്കൽ നിന്ന് വെളിപ്പെട്ട് വരും. ഞാൻ എന്റെ കണ്ണുകൾ ഭൂമിയിലേക്ക് നോക്കൂന്നല്ല, ഞാൻ എന്റെ കണ്ണുകൾ മനുഷ്യരിലേക്ക് നോക്കൂന്നല്ല, ഞാൻ എന്റെ കണ്ണുകൾ കസേരയിലേക്ക് നോക്കൂന്നല്ല, ഞാൻ എന്റെ കണ്ണ് പാരമ്പര്യത്തിലേക്ക് നോക്കൂന്നല്ല, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കും. എന്റെ സഹായം അവിടെ നിന്ന് വരും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ ഈ മത്തായി ഈ സുവിശേഷം എഴുതുക. നമ്മൾ വായിച്ചത് 5ാമത്തെ അധ്യായമാണ്. 4 അധ്യായത്തിൽ എന്ത് നടന്നു എന്ന് പറഞ്ഞാല് 5ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാൻ കഴിയത്തുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 1ാമത്തെ അധ്യായത്തിന്റെ വിഷയം എന്ന് പറയുന്നത്, 1ാമത്തെ അധ്യായം ഇഷ്ടമുള്ള എത്ര ദൈവമക്കളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർ കരം ഉയർത്തി കാണിക്കും? 1ാമത്തെ അധ്യായം ഇഷ്ടമുള്ള ദൈവമക്കൾ ആ കരം ഒന്ന് ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേര് ഉയർത്തും? കണ്ടോ? ആരുമില്ല. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കാരണം ഇന്നയാളെ ജനിപ്പിച്ചു, ഇന്നയാളെ ജനിപ്പിച്ചു. ആരാരെ ജനിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്നാ? സിൻസിയറായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 1ാം അധ്യായം ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിക്കാൻ പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ എത്ര പേര് എന്നെ കരം ഉയർത്തി കാണിക്കും? എനിക്കറിയത്തില്ല. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 1ാം അധ്യായം മനസ്സിരുത്തി ഒരു പ്രാവശ്യമെങ്കിലും മൊത്തത്തിൽ വായിച്ചവർ ഇല്ല. നമുക്ക് ആ അധ്യായത്തോട് അത്ര ഇഷ്ടമല്ല. കാരണം ഇന്നാളെ ജനിപ്പിച്ചു. ഓക്കെ, ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ 1ാം അധ്യായത്തിൽ കരം വെച്ച് ഈ സഭയോട് ഞാൻ ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. 1ാം അധ്യായത്തിന്റെ പ്രത്യേകത വാഗ്ദത്തങ്ങൾ ജനിക്കുന്ന അധ്യായമാണ്. ഇരിക്കുന്ന സ്ഥലത്തിൽ എഴുതുകൊണ്ട് വിശ്വസിച്ച് പറ, വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്ന അധ്യായമാണ് 1. അതിന് ദൈവം ഒരു ഷെഡ്യൂൾ ചെയ്യും. അതിന്റെ ക്രമം ദൈവം വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കേട്ട ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളെ ദൈവം ജനിപ്പിക്കുന്ന ഒരു അധ്യായം എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് പറ. ചില ക്രമം ദൈവം എഴുതുന്നത് ആദ്യം ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. ഇതെന്തോ ഈ ലിസ്റ്റൊക്കെ? പരിശുദ്ധാത്മ പറയുന്നു, ദൈവം ചില ക്രമം എഴുതി പിടിപ്പിക്കുക, ചില കാര്യങ്ങളൊന്ന് കണക്ട് ആക്കാൻ വേണ്ടി ദൈവം അത്യുത്വാനം ചെയ്യുക. എനിക്ക് വേണ്ടി ചില വാഗ്ദത്തങ്ങളെ ദൈവം ജനിപ്പിക്കുന്ന അധ്യായമാണ് 1ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. 2ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത എന്താ? ജനിച്ച വാഗ്ദത്തം വളരുന്ന അധ്യായമാണ് 2ാമത്തെ അധ്യായം. ജനിച്ച വാഗ്ദത്തം വളരുന്ന അധ്യായമാണ് 2ാമത്തെ അധ്യായം. ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വസിച്ച ആത്മാവിൽ ദൈവത്തോട് പറ, ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ, എന്നിൽ ജനിച്ച വാഗ്ദത്തങ്ങൾ അങ്ങനെ ചാവുള്ളയായി പോകത്തില്ല, അതങ്ങനെ നശിച്ചു പോകത്തില്ല, അത് അബോഷനായി പോകത്തില്ല. ഞാൻ കേട്ട ചില വാഗ്ദത്തങ്ങൾ വളരുമാറാകുന്ന ഒരു അധ്യായം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. വളരുന്ന ഈ അധ്യായം. ഞാൻ ഇന്ന് രാവിലെ ഒരു പദം ഇറങ്ങി പറയുന്നു. ഈ പദം ഇച്ചിരി ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഈ വാഗ്ദത്തം ജനിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷമാ ജനിച്ച വാഗ്ദത്തം അന്ന് വളരുന്നത്. സ്തോത്രം. ജനിച്ച വാഗ്ദത്തം
വാക്തത്വം ഒന്ന് വളരുന്നത്. ജനിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷമാ ജനിച്ച വാക്തത്വം ഒന്ന് വളരുന്നത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനകത്തിന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞെട്ടലോടെ ഒരു വാർത്ത കേൾക്കുന്നത്. ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല, ഇല്ലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ശാരീരിക ഘടനകൾ ഞങ്ങൾക്കുണ്ട്. ആകയാൽ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റല് അതിന്റെ സ്ഥാപകനായിരിക്കുന്ന പാപ്പച്ചൻ ഡോക്ടർ അവസാനത്തെ റിപ്പോർട്ട് എടുക്കുമ്പോൾ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പദം കേൾക്കുമ്പോൾ മനസ്സിനകത്തേക്ക് ഒരു വലിയ കരിങ്കല്ല് ഇറക്കി വെക്കുന്നത് പോലെയാണ്. എന്റെ വൈഫ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, മോളെ പ്ലീസ് കണ്ണ് തുടയ്ക്ക്, നിങ്ങൾക്കൊരു സാധാരണ കുഞ്ഞുണ്ടാകത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മെഡിക്കൽ സയൻസ് ഒത്തിരി വർദ്ധിച്ചല്ലോ, ആകെ ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ആ ട്രീറ്റ്മെന്റ് വഴി നിങ്ങൾക്ക് ഒരു തലമുറ ഉണ്ടാകും. ഇത് പല പ്രായത്തിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള മീറ്റിംഗ് ആകിയാൽ ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം ആ ട്രീറ്റ്മെന്റുകളെ കുറിച്ച്. പക്ഷേ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ അങ്ങനെ ഒരു തലമുറയെ എനിക്ക് വേണ്ട. അത് നാച്ചുറലി ഉണ്ടാകുന്ന കുഞ്ഞല്ല. അകൽ വേണ്ട സാറേ, എങ്കിലും എത്ര ശതമാനം സാധ്യതയുണ്ട്? ഡോക്ടർ ഞങ്ങളോട് തിരിച്ചു പറഞ്ഞു, ഇത്ര ലക്ഷം രൂപ മുടക്കി ഇത്ര നാൾ കാത്തിരുന്നാൽ ഇത്ര 60% സാധ്യത ഇതിനകത്തുണ്ടായിരിക്കും. വേണ്ട സാറേ എന്ന് പറഞ്ഞ് തിരിച്ചു ഭയങ്കരമായും കരയുന്നുണ്ട്. ആ സമയത്താണ് വിദേശത്തു നിന്നും എന്റെ സഹോദരി എന്നെ ഫോൺ ചെയ്യുന്നത്. അവൾ ചോദിച്ചു, പറയടാ നീ ഹോസ്പിറ്റലിൽ പോയോ? ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു സാധ്യതയില്ല. പെട്ടെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു, അല്ല 60% സാധ്യതയുണ്ട്. അവൾ ചോദിച്ചു, അതെങ്ങനെ സാധ്യതയില്ലാത്ത വിഷയത്തിൽ 60% വന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, നീ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ലേ, നിനക്കറിയില്ലേ ഈ ട്രീറ്റ്മെന്റ്? അവൾ പറഞ്ഞു, ഓ അത് ഡോക്ടർ പറഞ്ഞല്ലേ, എത്ര പെർസെന്റേജ്? ഞാൻ പറഞ്ഞു 60%. ഈ 60% എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ അങ്ങേ രാജ്യത്തിരുന്നുകൊണ്ട് എന്റെ ചേച്ചി പറഞ്ഞു, എടാ നീ 60% എന്ന് ആവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ അകത്തൊരു പ്രവാചക ശബ്ദം വെളിപ്പെടുത്തുന്നുണ്ട്, നീ ലൗഡ് സ്പീക്കറുടെ എനിക്ക് ഷൈനിയോട് ഒരു ദൂത് പറയണം. ഞാൻ ലൗഡ് സ്പീക്കറുടെ എന്റെ വൈഫിന്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരുന്നുകൊണ്ട് എന്റെ സഹോദരി പറയാ, മോളെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു 60% അല്ല 100% നിനക്ക് സാധ്യതയുണ്ട്. പെട്ടെന്ന് ഞാൻ ഫോൺ മേടിച്ചിട്ട് ചോദിച്ചു, നീ എന്നാ മണ്ടത്തരമാ പറയുന്നേ? ഡിഗ്രി എടുത്ത ഡോക്ടർ ഡോക്ടർ പറയുന്നു സാധ്യതയില്ല, അത് ഈ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ 60% ഉള്ളൂ. അവൾ പറഞ്ഞു, എടാ അത് മെഡിക്കൽ സയൻസ് ആണ്, ഞാൻ നിന്നോട് പറയുന്നത് പ്രവാചക ആത്മാവിലാണ്. ഒരു ഡ്രോപ്പ് മരുന്നെടുക്കാതിരുന്നാൽ നിനക്ക് 100% സാധ്യതയുണ്ടാകും. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന വാത്സല്യ ദൈവസഭയെ ഈ സാക്ഷ്യം നിങ്ങളുടെ നടുവിൽ പറയുമ്പോൾ തികഞ്ഞും അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ പറയാം, മെഡിക്കൽ സയൻസിന്റെ സകല പരിമിതികളെയും പൊട്ടിച്ച കർത്താവ് ഞങ്ങൾക്ക് ഒരു ആൺ തലമുറയെ ദാനമായി നൽകി. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ആ കുഞ്ഞു ജനിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്നാ സന്തോഷമാണെന്നറിയാമോ? ഇനി ഞാൻ പറയുന്ന 1-2 വാക്കുകൾ ഇച്ചിരി ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഓമനത്വമുള്ള കുഞ്ഞ് അവനെ കരത്തിനകത്ത് എത്തുമ്പോ ആദ്യ സമയങ്ങളെല്ലാം അവൻ നല്ല ഉറക്കമാ. നിങ്ങൾക്കറിയാം, ജനിക്കുന്ന കുഞ്ഞ് എപ്പോഴും കണ്ണ് തിരുമി അടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവന്റെ കുഞ്ഞ് ഉറക്കം കാണുമ്പോൾ എന്നെ രസമാ, അവന്റെ കണ്ണിന്റെ ഇമ വിട്ടുന്നത് കാണുമ്പോൾ എന്നെ രസമാ. അവന്റെ ആ വിരലുകൾ, അവന്റെ കൈമുഷ്ടികൾ എപ്പോഴും ഇങ്ങനെ മടക്കി പിടിച്ചിരിക്കോ. നമ്മളതിങ്ങനെ ഓരോ വിരലുകൾ നൂത്തിട്ട് നമ്മുടെ വിരൽ ആമേ സ്തോത്രം കൈയിന്റെ വിരല് അവന്റെ കൈപ്പത്തിയിലേക്ക് കൊണ്ടുപോകും. അവൻ ആ ഉറക്കത്തിന്റെ നടുവിൽ അവൻ ഇങ്ങനെ ഇറുക്കി പിടിക്കും. എന്നാ മനോഹരമുള്ള ദിവസങ്ങളാണെന്നറിയാമോ? എവിടെ എത്ര ദൂരം മീറ്റിങ്ങിന് പോയാലും വേഗത്തിൽ വീട്ടിൽ വരണം, കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യണം. അവൻ സ്തോത്രം അവൻ എപ്പോഴും ഉറക്കമാ, എങ്കിലും അവന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. എന്നാ സന്തോഷത്തിന്റെ സമയങ്ങളായിരുന്നെന്ന് അറിയാമോ? എന്നാൽ കാലങ്ങൾ മുമ്പിലേക്ക് പോയി, സമയങ്ങൾ മുമ്പിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അവന് കമിഴ്ന്നു വീഴാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം അതിനേക്കാൾ 10 മടങ്ങാണ്. അവൻ സ്തോത്രം കമിഴ്ന്നു വീണവൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എഴയാൻ തുടങ്ങി. ആഹാ, അത് അതിനേക്കാൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. എഴഞ്ഞ കുഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ സഹോദരങ്ങളെ? ആദ്യമായി അവൻ എന്നെ അപ്പ എന്ന് വിളിച്ചൊരു ദിവസമുണ്ട്. അന്ന് മനസ്സിനേറ്റൊരു തണുപ്പുണ്ട്. അതൊരു അസാധാരണ സന്തോഷമാണ്. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വാക്തത്വം ജനിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കാൾ 1000 മടങ്ങ് സന്തോഷമാ ആ വാക്തത്വങ്ങൾ പിച്ച വെച്ച് തുടങ്ങുമ്പോ, ആ വാക്തത്വം നടന്നു തുടങ്ങുമ്പോ, ആ വാക്തത്വം സംസാരിക്കാൻ തുടങ്ങുമ്പോ. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന എത്ര പേര് പറയും, എന്റെ വാക്തത്വങ്ങൾ ജനിക്കുന്ന ദിവസം മാത്രമല്ല ഇത്, ഈ സഭായോഗത്തിൽ എന്റെ വാക്തത്വങ്ങൾ ഞാൻ അറിയാതെ എന്റെ ദൈവം വളരുമാറാക്കുന്ന ദൈവമാണ്. ആരാ അത് വളർത്തുന്നത്? അത് മനുഷ്യനല്ല വളർത്തുന്നത്, അത് പാസ്റ്റർ അല്ല വളർത്തുന്നത്. ബൈബിൾ പറയുന്നു, നട്ടവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്റെ വാക്തത്വങ്ങളെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. 2-ാമത്തെ അധ്യായം അവന് വാക്തത്വങ്ങളെ വളർത്തുക. ഇനി കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ വാക്തത്വം വളരണമെങ്കിൽ അതിനൊരു ഷെഡ്യൂൾ ഉണ്ട്, അതിനൊരു ക്രമമുണ്ട്. ഇതൊരു മാർമിക രഹസ്യമാ. ഇത് നിങ്ങൾ കേൾക്കാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാ. ഈ പദം കേട്ടോ, വാക്തത്വം വളരണമെങ്കിൽ അതിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആമേൻ. 2-ാം അധ്യായം ഒരു കുടുംബജീവിതം ദൈവം പറഞ്ഞ് പരിചയപ്പെടുത്തുക. ആമേൻ. ഒരു കുടുംബത്തിന്റെ നാഥൻ ആരാന്നാ നിങ്ങളുടെ ചിന്ത?
ഒരു കുടുംബത്തിന്റെ നാഥൻ ആരാന്നാ നിങ്ങളുടെ ചിന്ത? എനിക്കറിയാം നിങ്ങൾക്കൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് 2 രാജ്യങ്ങളാണ്. ഒത്തിരി ഇതിന് പരിധികളുണ്ട്. എന്നാലും നിങ്ങൾ മനസ്സിൽ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാജ്യത്തിന്റെ നാഥൻ എന്ന് പറയുന്ന ഒരു വീടിന്റെ നാഥൻ എന്ന് പറയുന്നത് കർത്താവായ യേശുവ. അതിന് താഴെ ആരാന്നറിയാമോ? ആ വീട്ടിലെ പപ്പായാണ്. അതിന് താഴെ ആരാന്നറിയാമോ? ആ വീട്ടിലെ മമ്മിയാണ്. അതിന് താഴെ ആരാന്നറിയാമോ? ആ വീട്ടിലെ മക്കളാ. ആ ദൈവദാസന്റെ അപ്പുറത്തിരിക്കുന്ന ഫ്രണ്ടിൽ ത്രോയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മക്കളെ എന്നെ ശ്രദ്ധിക്കണം. ആമേ സ്തോത്രം. നമ്മളൊക്കെ ഏറ്റവും താഴെയാ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒരു വീട്ടിന്റെ നാഥൻ ആ വീടിന്റെ കർത്താവ. ആമേൻ. അതിന്റെ താഴെ ആ വീട്ടിലെ പപ്പ, അതിന്റെ താഴെ ആ വീട്ടിലെ മമ്മി, അതിന് താഴെ ആ വീട്ടിലെ പിള്ളേര്. നമ്മളൊക്കെ ഏറ്റവും താഴെയാ. മമ്മിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേ സ്തോത്രം. ഞാൻ ഈ ഒരു ക്രമത്തിനകത്ത് പോകുന്ന വീടാണെങ്കിൽ മാത്രമേ നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 2000 ആയിരിക്കാം സാലറി, നിങ്ങളെ സഹോദരന് 1500 സാലറി കാണത്തുള്ളൂ. പക്ഷെ വീട്ടിൽ വരുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് നമ്മൾ കേട്ടാലേ പറ്റുള്ളൂ. സ്തോത്രം. ടാക്സി വിളിച്ച് വീട്ടിൽ പോയോ? ഇല്ല. ഓക്കെ, സ്വതന്ത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ഷെഡ്യൂൾ ഇങ്ങനെ, ഒരു ബൈബിളിന്റെ ക്രമം ഇങ്ങനെയാണ്. ഈ ക്രമത്തിൽ പോകുന്ന വീടുകൾ മാത്രമേ അനുഗ്രഹിക്കപ്പെടാറുള്ളൂ. സ്തോത്രം. ഞാൻ ഇന്നേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു ദൈവദാസൻ ബോംബെയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കരേപുരം സെന്ററിന്റെ ഒരു ദൈവദാസന്റെ വീടിനകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. ഈ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുകൾ ഇപ്പോൾ ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ കുറവാണ്. എങ്കിലും ഈ വിളിച്ചു പറഞ്ഞ ദൈവദാസനോട്ട് എനിക്കൊരു ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. അപ്പം ഈ ഞാൻ പോയ വീട്ടിലെ പ്രായമുള്ള ദൈവദാസൻ, അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, അദ്ദേഹത്തിന്റെ വൈഫ് അവിടെയുണ്ട്. ഞാൻ ചെന്നപ്പോ എനിക്ക് വേണ്ടി വൈഫ് കിച്ചണിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ ദൈവദാസനോട് സംസാരിക്കുക, നല്ല പ്രായമുണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛാ എന്തുകൊണ്ട് വിശേഷം? ആ മനുഷ്യൻ പറഞ്ഞു, സന്തോഷമായിരിക്കുന്നു പാസ്റ്റർ. ഞാൻ പറഞ്ഞു, ഓക്കെ, എത്ര മക്കളാണ്? 3 മക്കളാണ്. ഞാൻ ചോദിച്ചു, മൂത്തയാള് 3 പേരുടെയും കല്യാണം കഴിഞ്ഞു പാസ്റ്റർ, 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഓക്കെ, മൂത്തയാളുടെ കല്യാണം എന്താ കഴിഞ്ഞത്? പെട്ടെന്ന് ഈ മനുഷ്യൻ മറന്നുപോയി. അത്രയും പ്രായമായില്ലേ, മറന്നുപോയി. അതുകൊണ്ട് ഈ മനുഷ്യൻ 2 സെക്കൻഡ് എടുത്തു. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത് 2002 പാസ്റ്റർ. പെട്ടെന്ന് മനുഷ്യൻ പറഞ്ഞു 2002. ഇത് കേട്ടപ്പോഴത്തേക്ക് ആ കിച്ചണിൽ നിന്ന് ചാടിക്കുത്തി പുലി വീഴുന്ന കണക്ക് ഒരു അമ്മാവ ചാടിക്കുത്തി വീണു. എടോ, കൊച്ചിന്റെ കല്യാണം 2002 നടന്നത്. 2000 അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. സിസ്റ്റം പൊളിഞ്ഞു. സ്തോത്രം. ഓർഡർ പൊളിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ആ വീട്ടിലെ പ്രായമുള്ള മനുഷ്യനോട് വളരെ തന്മയത്വത്തോടെ മിതമായ ഭാഷയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചാടിക്കേറിയ ഒരു അമ്മാവ്, ഈ മനുഷ്യൻ അല്ലേലും ഒരു ഓർമ്മയില്ല. എടോ മനുഷ്യൻ, നിങ്ങൾ എന്തേലും അറിയണമെങ്കിൽ പാസ്റ്റർ എന്നോട് ചോദിച്ചാൽ മതി. സോ ആ വീടിന്റെ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടാ. ഇങ്ങനെ ഒരു വീട്ടിനകത്ത് 21 അല്ല 210 ദിവസം ഉപവാസം എടുത്താൽ ആ വീട്ടിൽ ബ്ലെസ്സിങ് ആകത്തില്ല. അത് ബ്ലെസ്സിങ് ആകണമെങ്കിൽ ഇതിന്റെ ക്രമം വേണം. ഇതിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയണ്ട, ഇത് നിങ്ങളോട് മാത്രം ഞാൻ പറയുന്ന ഒരു മാർമിക രഹസ്യമാണ്. ശ്രദ്ധിച്ചേ. ഈ സ്തോത്രം, ഈ 9 മാസം യേശുവിനെ ഉദരത്തിൽ കൊണ്ടു നടന്നത് മറിയ അല്ലേ? 9 മാസം യേശുവിനെ കൊണ്ടു നടന്നത് മറിയ, പ്രസവ വേദന എടുത്തത് മറിയ, യേശുവിനെ ജനിപ്പിച്ചത് മറിയ. കൃപയുള്ളതാർക്കാ? മറിയയ്ക്കാ. പക്ഷെ നിങ്ങൾക്ക് രഹസ്യം അറിയാമോ? യേശു ജനിച്ചതിന് ശേഷം യേശുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം ഇടപെട്ടത് അപ്പനായ യോസേഫിനോട്. സ്തോത്രം. കാര്യം എന്താണെന്നറിയാമോ? ഇപ്പൊ ഈ വീടിന് ഒരു ഓർഡർ വന്നു, ഒരു ക്രമം വന്നു. മറിയയുടെ അത്രയും കൃപ യോസേഫിനില്ല. പക്ഷേ മകനെ കുറിച്ച് എന്തെങ്കിലും പിതാവിന് ഇടപെടണമെങ്കിൽ അപ്പനോട് ദൈവം സംസാരിച്ചു തുടങ്ങുള്ളൂ. അതാ മറിയോട് പറയും. ഇതിന്റെ ക്രമം ഇത്. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാ? ഞാൻ പ്രാപിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവിന്റെ ദാസൻ സുനിപ്പാസ്റ്റർ ഭാഷയെ പറഞ്ഞാല്, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണ ലുലുമാളി കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ല, അത് റേഷൻ കടയിലേക്ക് കിട്ടുള്ളൂ. സ്തോത്രം. സിസ്റ്റം ഇതാ, ഓർഡർ ഇതാ, ഇത് ഇങ്ങനെ വരുള്ളൂ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോ 2-ാമത്തെ അധ്യായം ഒരു ഓർഡർ കാണാൻ കഴിയും, ഒരു കുടുംബജീവിതത്തിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 3-ാം അധ്യായം വരുമ്പോൾ ഇതൊരു വലിയ മാർഗ്ഗ രഹസ്യം. 3-ാം അധ്യായം ഭയങ്കര ചിന്തനീയമായ ഒരു വിഷയമാണ്. 3-ാം അധ്യായം എന്ന് പറയുന്നത് സ്തോത്രം, സ്വർഗരാജ്യത്തെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള രഹസ്യമാണ് 3-ാമത്തെ അധ്യായം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ ദൈവരാജ്യം എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയുമ്പോൾ 3 രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. 3 രാജ്യങ്ങൾ. 1 കാനഡ, 2 UK, 3 USA. ആണോ? അല്ല, 3 രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. 1-ാമത്തെ രാജ്യം ഐഹിക രാജ്യം. എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഐഹിക രാജ്യം. നിങ്ങൾ ചുണ്ട് മാത്രം അനക്കുകയല്ല, നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. 1-ാമത്തെ രാജ്യം ഐഹിക രാജ്യം. 2-ാമത്തെ രാജ്യം പൈശാചിക രാജ്യം. ആമേൻ, സ്തോത്രം. ഡെവിൾസ് കിങ്ഡം. 2-ാമത്തെ രാജ്യം പൈശാചിക രാജ്യം. 3-ാമത്തെ രാജ്യമാണ് ഗോഡ്സ് കിങ്ഡം, ദൈവത്തിന്റെ രാജ്യം, ദൈവിക രാജ്യം. അപ്പോൾ 3 രാജ്യങ്ങളുണ്ട്. ഒന്ന്
ആമേൻ ഐഹിക രാജ്യം, 2 പൈശാചിക രാജ്യം, 3 ദൈവരാജ്യം. സ്തോത്രം. എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ എഴുതുന്ന ഫ്രണ്ടിൽ ത്രോയിലിരിക്കുന്ന 2 or 3 പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര മെമ്മറി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പാസ്റ്ററെ. എല്ലാം കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. എഴുതുന്നവർക്ക് മെമ്മറി ഇല്ല, എഴുതാത്തവർക്ക് മെമ്മറി ഉണ്ട്. 2 ഗ്രൂപ്പിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ രാജ്യം ഐഹിക രാജ്യം. ഈ ഐഹിക രാജ്യത്തിന് 1-2 പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രശ്നമുണ്ട്, പ്രത്യേകതയല്ല പ്രശ്നമുണ്ട്. ഐഹിക രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നശ്വരമാണ്. എന്ന് വെച്ചാൽ ഇത് നശിച്ചു പോകും. സ്തോത്രം. ഇവിടെ എന്ത് പണിതാലും നശിക്കും കേട്ടോ. എത്ര ബിൽഡിംഗ് പണിതാലും നശിക്കും. ഏത് വണ്ടി മേടിച്ച് ഇവിടെ സ്വരുക്കൂട്ടിയാലും അതെല്ലാം പൊളിയും. എന്തിനു പറയണം? ഐഹിക രാജ്യത്ത് താമസിക്കുന്ന നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പൊളിയത്തില്ലേ? നമ്മൾ നശിക്കത്തില്ലേ? അയ്യോ ഇല്ലെങ്കിൽ എന്നാ രസമായിരുന്നു. എനിക്കിപ്പോ പ്രായം 34 വയസ്സാ. എന്നും ഞാൻ 34 വയസ്സ്. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചാലും എനിക്ക് 37. എന്നാ രസമായിരുന്നു അറിയാമോ? പക്ഷെ ഐഹിക രാജ്യത്തിന്റെ പ്രശ്നം ഇത് പൊളിഞ്ഞു പോകും, ഇത് നശ്വരമാണ്. എന്നാൽ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് പൈശാചിക രാജ്യമാണ്. ഈ പൈശാചിക രാജ്യത്തിന് 1-2 റൂൾസ് ഉണ്ട്. നമ്മൾ പൈശാചിക രാജ്യത്തിനകത്തുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ നമുക്കറിയാൻ പറ്റും. ഒരു 2 സെക്കൻഡിൽ നമുക്കറിയാൻ പറ്റും. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. പൈശാചിക രാജ്യത്തിനകത്ത് അംഗത്വം കിട്ടണമെങ്കിലുള്ള ഒന്നാമത്തെ റൂള് നിങ്ങൾ സത്യം പറയരുതെന്നുള്ളതാ. നിങ്ങൾ കള്ളം മാത്രമേ പറയാവുള്ളൂ, ഭോഷ്ക് മാത്രമേ പറയാവുള്ളൂ. സോ കള്ളം പറയാത്തവർ ആ കരമൊന്ന് ഉയർത്തി കാണിക്കാൻ പറഞ്ഞാൽ, ഇതുവരെയും ഭോഷ്ക് പറയാത്തവർ ആരുമില്ല. അപ്പൊ ഇടയ്ക്കങ്ങടൊക്കെ നമ്മൾ ഈ പൈശാചിക രാജ്യം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ പൈശാചിക രാജ്യത്ത് അംഗത്വം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം കള്ളം പറയണം. ബൈബിളിൽ കിടക്കുന്ന അവൻ ഭോഷ്കിന്റെ അപ്പനുമാണെന്നാണ്. ഓക്കെ. അപ്പൊ പിശാചിന്റെ രാജ്യത്തിന്റെ ഒന്നാമത്തെ റൂള് സത്യം പറയാൻ പാടില്ല, കള്ളം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിശാചിന്റെ രാജ്യത്തിന്റെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് കൊലപാതകം ചെയ്യുന്നെങ്കിൽ പിശാചിന്റെ രാജ്യത്തിനകത്ത് അംഗത്വം ഉണ്ട്. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ഇതൊക്കെ വേസ്റ്റായ തോട്ട്സ് ആണ്, ഞങ്ങൾ കൊലപാതകം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ബൈബിളിൽ കിടക്കുന്ന ഒരു വാക്യമുണ്ട്, കൂട്ടുകാരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ സൂസി ആരാന്ന് നമുക്ക് അറിഞ്ഞൂടെ? പിന്നെ ജോർജോ, അവനെ എത്ര നാളുകൊണ്ട് നമ്മൾ കാണുക. എന്റെ തമുര, പിന്നെ ഇവനെയൊക്കെ നമ്മൾ വന്നിട്ടല്ലി വെച്ചാൽ ഇവരൊക്കെ വന്നേ. ഇങ്ങനെ കൂട്ടുകാരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാ ബൈബിൾ പറയുക. അവൻ നമ്മൾ ഏതാണ്ടൊക്കെ കൊലപാതകം ചെയ്യുന്നെങ്കിൽ പിശാചിന്റെ രാജ്യത്തിന് അംഗത്വം നമുക്ക് ഉണ്ടെന്നാണ് നമ്മുടെ ചിന്ത. സ്തോത്രം. എന്നാൽ മൂന്നാമത്തെ രാജ്യമാണ് ദൈവരാജ്യം. ഇനി ഞാൻ പറയുന്ന ഇച്ചും കൂടെ കേൾക്കണേ. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു പദം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി. ദൈവരാജ്യം മാത്രമല്ലല്ലോ ബാസ്, ഇനി ഒരു രാജ്യം കൂടെ ഉണ്ടല്ലോ. അതെന്താ? അത് സ്വർഗരാജ്യമാണ്. സ്തോത്രം. അപ്പൊ വീണ്ടും ഒരു സംശയം വന്നു, എന്താ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം? ഇത് ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ കുറേ കൂടെ നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നു. സ്തോത്രം. എന്താ ദൈവരാജ്യം? അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, എന്താ ദൈവരാജ്യം? അവരെന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇല്ല. എന്നാൽ അവരോട് വീണ്ടും ചോദിക്കുക, എന്താ സ്വർഗരാജ്യം? ചുമ്മാ ചോദിക്കുന്നു, മറുപടി കിട്ടണ്ട, ചുമ്മാ വെറുതെ ചോദിക്കുക, എന്താ മാമേ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം? ദൈവരാജ്യം എന്നാ, സ്വർഗരാജ്യം എന്താ? ഓക്കെ, ഒരു കൺഫ്യൂഷന്റെ റല ഞാൻ അങ്ങ് മാറ്റാം. ശ്രദ്ധിച്ചു കേട്ടോ ഈ പദം. ഈ ദൈവരാജ്യം നമ്മുടെ ചിന്ത ഇവ ഭൂമിയിലുണ്ട്. അപ്പൊ സ്വർഗരാജ്യം മേളിലുണ്ട്. ഇതാണ് നമ്മുടെ ചിന്ത. അല്ല, തെറ്റാ. ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണ്. ഒരു സ്തോത്രം പറഞ്ഞു. ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണ്. സ്തോത്രം. ദൈവരാജ്യവും ഭൂമിയിലുണ്ട്, സ്വർഗരാജ്യവും ഭൂമിയിലുണ്ട്. ഇനി ഞാൻ പറയുന്നത് എന്റെ ഒരു ശബ്ദം ഉയർത്തി പറയണേ. ദൈവമുണ്ട്. അടുത്തിരിക്കുന്ന ആളെ കൈയൊക്കെ പിടിച്ച് സന്തോഷത്തോടെ പറ, ദൈവമുണ്ട്. സന്തോഷത്തോടെ പറ, ദൈവമുണ്ട്. വീണ്ടും പറ, ദൈവരാജ്യമുണ്ട്. പറ, അടുത്ത് പറ, സ്വർഗമുണ്ട്. വീണ്ടും പറ, സ്വർഗമുണ്ട്. വീണ്ടും പറ, സ്വർഗരാജ്യമുണ്ട്. ആണോ? 2 പദം കെട്ടി. ദൈവമുണ്ട്, ദൈവരാജ്യമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. ദൈവരാജ്യവും സ്വർഗരാജ്യവും എന്നാ? അത് ഭൂമിയിലുണ്ട്. സ്വർഗം എന്നാ? സ്വർഗം മേളില. സ്വർഗരാജ്യമല്ല, സ്വർഗം മേളില. സ്വർഗരാജ്യം നമ്മുടെ നടുവിലുണ്ട്. നിങ്ങളെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അത് സ്വർഗരാജ്യമാക്കാം. പക്ഷെ നമുക്ക് സ്വർഗമുണ്ട്, അത് മേളിലോട്ട് പോകുന്നതാ. ഇന്ന് രാവിലെ ഞാനൊരു കൊച്ചു ചോദിക്കട്ടെ. ഇപ്പം ഇന്ത്യൻ സമയം മണി 6:05. 6:10 എന്റെ യേശു വന്നാൽ ഞാൻ സ്വർഗത്തേക്ക് പോകും എന്ന് ഉറപ്പുള്ളവർ ആ കരമൊന്ന് ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേര് ഉയർത്തും? റിയലി? കർത്താവ് ഒരു ദൂതൻ ഇറങ്ങി അവരുടെ ഫോട്ടോ എടുത്ത് പേസ്റ്റ് ചെയ്ത് സ്വർഗത്തൊട്ടിക്കട്ടെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. റിയലി? ഇന്ന് 6:05, 6:10 ദൈവം വന്നാൽ സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ളവരാണോ എന്റെ തമ്പുരാനെ? അപ്പം മെജോറിറ്റിക്ക് അല്ലല്ലോ സ്വർഗം, മൈനോറിറ്റിക്കാണല്ലോ സ്വർഗം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അപ്പൊ ഈ പെന്തക്കോസിനിടയിൽ ഒരു വലിയ കണക്കെടുപ്പുണ്ടായി. ആ കണക്കെടുപ്പ് ക്യാമ്പുകളിലാണ് പ്രധാനമായും ഉണ്ടായത്. എന്തിനാണ് സ്വർഗത്ത് പോകുന്നതെന്നൊരു വലിയ ചിന്തയുണ്ടായി. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത് 4 അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ആ 4 അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് കൂട്ടരാന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. സ്തോത്രം. അപ്പൊ സ്വർഗത്തിലേക്ക് പോകണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം പാസ്റ്റർ അന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത്തെ കൂട്ടം പറഞ്ഞത്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഇത്ര ഇഷ്ടമുള്ളതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭൂമി ഇഷ്ടമല്ല എന്നുള്ളതാണ്. സ്തോത്രം. ഒത്തിരി പേര് പറഞ്ഞു, എനിക്ക് ഭൂമി എന്നാ പാടാ, ഇവിടെ രാവിലെ 4:30 എഴുതണം, അരി കഴുകി അടുപ്പത്തിടണം, പിള്ളേരെ ഒളിക്ക് സ്കൂളിൽ വിടണം, പിന്നെ ജോലിയായി, ഓവർ ടൈം ജോലിയായി, പ്രഷറായി, പാസ്. ഭൂമിയോട് എനിക്ക് ഒരു താല്പര്യമില്ല. എങ്ങനെയും ഇവിടുന്ന് പോകണം, മേളിൽ പോകണം. അമ്മ പോര്, മരുമോൻ പോര്, വേണ്ട, എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ബോസിന്റെ വഴക്ക്, എന്തോ ബെത്തപ്പാടാ പാസ്റ്റേ, എങ്ങനെയും ഇവിടെ നിന്ന് അങ്ങ് പോയാ മതി. അപ്പൊ ഭൂമി ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ കരമൊന്ന് ഉയർത്താൻ പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറ, എത്ര പേര് കരം ഉയർത്തും?
ആരുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി 4 ഓപ്ഷൻ ഉണ്ടെന്ന് അപ്പൊ ആദ്യത്തതായിരിക്കത്തില്ല, നിങ്ങൾക്ക് അത് കത്തി, സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ കൂട്ടം പറയാ, പാസ്റ്റേ ഞങ്ങൾക്ക് ഭൂമി ഇഷ്ടമല്ലാത്തതൊന്നും അല്ല, ഞങ്ങൾക്ക് നരകം ഭയങ്കര പേടിയാ പാസ്റ്റേ. നരകത്ത് പോകാൻ പറ്റത്തില്ല, പിന്നെ എവിടെ പോകാൻ പറ്റുള്ളൂ? സ്വർഗത്തെ പോകാൻ പറ്റുള്ളൂ. എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർ എന്നോട് പറഞ്ഞു, നരകത്തിനകത്ത് സ്തോത്രം ചാകാത്ത പുഴുവും കെടാത്ത തീയുണ്ട്, അത് ബൈബിളിനകത്തുണ്ട്. എന്നിട്ട് ടീച്ചർ കയ്യിന്നിട്ടൊരു കാര്യം പറഞ്ഞു, നരകത്തിനകത്ത് പുഴുവിന്റെ മെത്തയുണ്ടെന്ന്. സ്തോത്രം. അന്നേ ഞാൻ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തു, കർത്താവേ എവിടെ പോയാലും ഞാൻ നരകത്തിൽ പോകുന്നില്ല, എനിക്ക് സ്വർഗത്ത് പോയാൽ മതി. സ്തോത്രം. അപ്പൊ നരകം പേടിച്ച് സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ മൂന്നാമത്തെ കൂട്ടം പറയുക, പക്ഷെ നരകം പേടിച്ചൊന്നുമില്ല, ഭൂമി ഇഷ്ടപ്പെടാത്തൊന്നുമില്ല. മൂന്നാമത്തെ കൂട്ടം പറയുകയാണെ, ഞങ്ങൾക്ക് അവിടെ ചെന്ന പ്രതിഫലം കിട്ടും. സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് അവിടെ ദൈവം വീട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെ തങ്ക കിരീടങ്ങളുണ്ട്, ഈ അധ്വാനിച്ചതിന്, ഈ കൊടുത്തതിനൊക്കെ, പ്രയത്നിച്ചതിനൊക്കെ പ്രതിഫലം. സോ ഈ പ്രതിഫലം ആഗ്രഹിച്ച് സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ കരം ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തും ഇല്ല. ഓക്കെ. എന്നാൽ നാലാമത്തെ കൂട്ടം പറയുകയാണ്, പാസ്റ്റർ സ്വർഗത്തെ പ്രതിഫലം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല, ഭൂമി ഇഷ്ടപ്പെടാത്തൊണ്ടൊന്നുമല്ല, നരകം പേടിച്ചൊന്നുമല്ല. നാലാമത്തെ ഗ്രൂപ്പ് പറയാ, ഞങ്ങൾക്ക് സ്വർഗത്ത് പോകാനുള്ള വാഞ്ച എന്ന് പറയുന്നത് അവിടെ ചെന്നാ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ ഒന്ന് കാണാൻ പറ്റും. സ്തോത്രം. ഞങ്ങൾക്ക് ഞങ്ങളുടെ യേശുവിനെ ഒന്ന് കാണാൻ പറ്റും. ക്രൂശിനകത്ത് അവസാനത്തുള്ളി ചോരയും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ മുഖം അവിടെ ചെന്നാലേ ഞങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിയരെ, പ്രതിഫലം ഒക്കെ കിട്ടും. നിനക്ക് അവിടെ ചെന്ന കണ്ണീരില്ല, പട്ടിണിയില്ല, നിരാശയില്ല, അതൊക്കെ ശരിയാ. പക്ഷെ അതിനേക്കാൾ അപ്പുറം സ്വർഗത്ത് പോകാനുള്ള ഞങ്ങളുടെ വാഞ്ച, എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കണ്ടാ മതി എന്നുള്ളതാ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയാ. ആകെ മൂന്നാമത്തെ അധ്യായം ദൈവം പറയാ, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു മാർമിക രഹസ്യമുണ്ട്. അത് സ്വർഗരാജ്യമാണ്. സ്വർഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗരാജ്യത്തിന്റെ അംഗത്വം സ്വീകരിക്കണം. സ്തോത്രം. നാലാമത്തെ അധ്യായം വരുമ്പോൾ പിശാച് അവന്റെ രാജ്യത്തെ കുറിച്ച് പറയാ, ഈ കാണുന്നതൊക്കെ എന്റെതാ, വീണ് നമസ്കരിച്ചെത്തരാം. ഇതാണ് 4-ാം അധ്യായത്തിലെ ചിന്ത. പിശാച് അവന്റെ രാജ്യത്തെ കുറിച്ച് പറയാ. ഇത് 4 പറഞ്ഞു കഴിഞ്ഞിട്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു മാർമിക രഹസ്യം ദൈവം തന്റെ ജനത്തോട് പറയുന്നു. അതാണ് നമ്മുടെ കുറിവാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവിടെയാണ് നമ്മുടെ കുറിവാക്യം ആരംഭിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അയ്യോ, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാ. നിങ്ങൾ ഒരു വ്യക്തിയുടെ വെളിച്ചമാണെന്നല്ല, നീ ഒരു കുടുംബത്തിന്റെ മാത്രം വെട്ടമാണെന്നല്ല, പകരം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 14 ജില്ലകളുടെ കേരളത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമില്ല പാസ്റ്റർ. 29 സംസ്ഥാനം ഉൾപ്പെട്ട ഭാരതത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാലും എനിക്ക് അത്രയും സന്തോഷമില്ല. യേശു പറഞ്ഞത് കേവലം 29 സംസ്ഥാനങ്ങളുടെ വെളിച്ചമാണെന്നല്ല. യേശു പറയാം, നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, വെട്ടമാകുന്നു. ഇന്ന് രാവിലെ മീറ്റിങ്ങിനകത്തിരിക്കുന്ന എത്ര പേര് പറയും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, രക്തത്താൽ ക്ഷയമെടുക്കുന്നു. ആകെ കർത്താവിനെ കത്തിച്ചു നിർത്തിയിരിക്കുക. ഇവിടെ പൈശാചിക മണ്ഡലത്തിന്റെ ഒരു അജണ്ട നിങ്ങളോട് പറയണം. അതാണ് നിങ്ങളുടെ സഭയോടുള്ള ദൂതെന്ന് പറയുന്നത്. ഇവിടെ പിശാചിന് ഒരു ഭയങ്കര അജണ്ടയുണ്ട്. എന്താണെന്നറിയാമോ? ഞാനാകുന്ന വെളിച്ചം കത്തി നിൽക്കുമ്പോൾ പിശാചിന്റെ 2 അജണ്ടകളാണുള്ളത്. ഈ പദം ഒന്ന് ശ്രദ്ധിച്ച് കയറിയത് കേട്ടോണേ. പിശാചിന്റെ 1-ാമത്തെ അജണ്ട എന്ന് പറയുന്നത് എന്നെ അണച്ചു കളയണം എന്നുള്ളതാ. എന്നെ അങ്ങ് ഇല്ലാതാക്കണം, എന്റെ അടിവേര് പറിച്ച് ദൂരെ കളയണം, എന്നെ അങ്ങ് നശിപ്പിക്കണം. എന്റെ മക്കൾ ഇങ്ങനെ കത്തി നിൽക്കുക പാസ്റ്ററെ, എന്റെ മക്കൾ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക പാസ്റ്ററെ. അവൻ പിശാചിന്റെ 1-ാമത്തെ അജണ്ട ആ കൊച്ചിനെ അണച്ചു കളയണം എന്നുള്ളതാ. എന്നാൽ പിശാചിന്റെ 2-ാമത്തെ അജണ്ട അണച്ചു കളയണം എന്നുള്ളതല്ല, അവനെ മറച്ചു കളയണം എന്നുള്ളതാ. ആ 2 പദം നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പിശാചിന്റെ അജണ്ട അവനെ അണച്ചു കളയണമെന്നല്ല, അവനെ കെടുത്തിക്കളയണമെന്നല്ല, അവനെ മറച്ചു വെക്കണം. സ്തോത്രം. കത്തുന്നുണ്ടോ? ഭയങ്കരമായി കത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ മമ്മിമാരെ? ഭയങ്കര പ്രാർത്ഥനയാ. ഉപവാസം ഉണ്ടോ? എപ്പോഴും ഉപവസിക്കും. സ്വോത്രം പറയാറുണ്ടോ? പറയാറുണ്ട്. എല്ലാ ദൂതിനും കൈയടിക്കോ? ഭയങ്കരമായും കൈയടിക്കും. പക്ഷെ ഇപ്പോഴും മറിഞ്ഞിരിക്കുക ഏതോ ഒരു കൊച്ചു സ്ഥലത്തിൽ, ഏതോ ഒരു ജോലിക്കകത്ത്, ഏതോ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത്, ഏതോ ഒരു രാജ്യത്തിനകത്ത് നമ്മുടെ പിള്ളേരെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന സ്വാധീനം. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂത് പറയുന്നു, അവൻ മറച്ചു കളഞ്ഞതിനെ നിങ്ങളുടെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു പ്രവാചക ശബ്ദത്തിൽ പറയുന്നു, നിങ്ങളുടെ സഭയിൽ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴും അന്യഭാഷ പറയുന്ന, ഇപ്പോഴും കൃപയുള്ള, ഇപ്പോഴും സ്വപ്നം കാണാൻ അഭിഷേകമുള്ള ചിലതിനെ പൈശാചിക മണ്ഡലം കെടുത്തി കളഞ്ഞിട്ടില്ല. അവൻ മറച്ചു വെച്ചിരിക്കുക. മറച്ചു വെച്ചതിനെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എത്ര പേരും രാവിലെ വിശ്വസിക്കും? നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലിയത്. കൃപയുണ്ടായിട്ടും മറഞ്ഞു പോയത്, ആമേ സ്തോത്രം. അകത്ത് വാക്തത്വം ഉണ്ടായിട്ടും മറഞ്ഞു പോയത്, ആമേ സാധ്യതയില്ലാത്തടത്ത് എലിസബത്തിന്റെ ഉദരത്തിനകത്ത് ദൈവം ഒരു വാക്തത്വത്തെ ഉരുവാക്കി മമ്മിമാരെ. പക്ഷെ വാക്തത്വം ഉരുവായപ്പോ എലിസബത്ത് ആന്റി എന്നാ ചെയ്തെന്നറിയാമോ? അവൾ മറഞ്ഞുപോയി, അവൾ ഒളിച്ചു പാർക്കാൻ തുടങ്ങി. ആകയാൽ ഇറങ്ങി നിൽക്കുന്ന ദൂതം പറയുക, ആമേൻ, മറിയോട് പറയുക, നിന്റെ ചാർച്ചക്കാരി ഒരുത്തിയില്ലേ എലിസബത്ത്, പോയി നോക്കവളെ,
അവൾ അകത്ത് വാക്തത്വമുണ്ട്, പക്ഷെ അവൾ മറഞ്ഞിരിക്കുക. മലനാട്ടിൽ കയറി ചെന്ന് മറിയ വന്ദനം പറയുമ്പോ അമ്മൻ 5 മാസം ഒളിച്ചു പാർത്തവൾ, 5 മാസം മറഞ്ഞു പോയവൾ, ആമൻ തമ്പുരാൻ ഒറ്റ സ്വോത്രത്തിലും ഒറ്റ പ്രൈസ്തലോടിലും ആ ആന്റിയെ പുറത്തു കൊണ്ടുവരിക. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, കർത്താവിന്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങും. ഏഞ്ചൽ നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ മറഞ്ഞുപോയ ചില വാക്തത്വങ്ങൾ അകത്ത് തുള്ളാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമൻ. ഏലിയാവേ, നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടോ? ഏലിയാവേ. ഏലിയ പറയും, ഭയങ്കര അനോയിന്റിങ് ആ വാസേ. ആമൻ. കൊട്ടാരത്തോട് ദൂത് പറയാൻ കൃപയുണ്ടോ? ഉണ്ട്. പക്ഷെ മറഞ്ഞുപോയി. ഒരു ഗുഹാമുഖത്ത് മറഞ്ഞുപോയി, ഒരു ചൂരച്ചെടിയിൽ മറഞ്ഞുപോയി. മറഞ്ഞു പോയതിനെ ഇന്ന് രാവിലെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. ഒരു വെളിച്ചം കത്തി നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങളോട് എനിക്ക് പറയേണ്ടിയ വാക്യം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 6:12. എങ്ങനെ ഒരു വെളിച്ചം കത്തി നിൽക്കുന്നേ? എങ്ങനെ ഈ മറഞ്ഞു പോയതൊക്കെ നമുക്ക് പഠിക്കാം, അണഞ്ഞു പോകുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എങ്ങനെ ഒരു വെളിച്ചം, സ്തോത്രം, അതേ കത്തി നിൽക്കുന്നത്? ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ലേവ്യ 6:12. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. കണ്ടോ? ഒരു വെളിച്ചം കത്തിക്കൊണ്ടിരിക്കണോന്ന് പറയുക. ആമേൻ. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അടുത്ത വാക്ക് പറയാ, പുരോഹിതൻ ഉണ്ടല്ലോ, ഉഷസ് തോറും അതിന്മേൽ ഉറക് കത്തിച്ച് നിൽക്കണം. അവൻ പുരോഹിതൻ ഉഷസ് തോറും. ഇന്ന് രാവിലെ മീറ്റിങ്ങിനകത്തിരിക്കുന്നവരോട് ഈ ഭാഗം എനിക്ക് വിശദീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി എന്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഇങ്ങനൊരു പദം ഞാൻ പറയാം. ഞാനാകുന്ന വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ, തീ കെട്ടുപോകാതിരിക്കാൻ, ഞാൻ കത്തിക്കൊണ്ടിരിക്കാൻ, ആമൻ, ഒരു കാര്യമുണ്ട്, ഒരു പുരോഹിതൻ എന്റെ പിറകിൽ അധ്വാനിക്കുന്നുണ്ട്. മീറ്റിങ്ങിനകത്തിരിക്കുന്ന മമ്മിമാരെ, മീറ്റിങ്ങിനകത്തിരിക്കുന്ന പപ്പമാരെ, കുഞ്ഞുങ്ങളെ, വാത്സല്യ ദൈവമക്കളെ, കർത്താവിന്റെ അഭിഷക്തന്മാരെ, നമ്മൾ കെട്ടുപോകാതിരിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ രഹസ്യമേ ഉള്ളൂ. നമ്മൾ അണഞ്ഞു പോകാതിരിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ രഹസ്യമുണ്ട്. അതൊരു പുരോഹിതന്റെ അധ്വാനം അതിന്റെ പുറകിലുണ്ട്. ഒരു പാസ്റ്ററിന്റെ അധ്വാനം ഉണ്ടെന്നല്ല, ഒരു പുരോഹിതന്റെ അധ്വാനമുണ്ട്. ആരാ എന്റെ പുരോഹിതൻ? എന്റെ യേശുവ. എത്ര പേര് ഇന്ന് രാവിലെ സ്വന്തം ചങ്കത്ത് കരം വെച്ച് പറയും, എന്നെക്കാൾ ഉന്നതന്മാർ കെട്ടുപോയി, എന്നെക്കാൾ യോഗ്യന്മാർ കെട്ടുപോയി, എന്നെക്കാൾ പ്രസംഗിക്കുന്നവർ കെട്ടുപോയി, എന്നെക്കാൾ പ്രാർത്ഥനയുള്ളവർ കെട്ടുപോയി. പക്ഷെ ഇപ്പോൾ ഞാൻ കെട്ടുപോകാതിരിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള എത്ര കുഞ്ഞുങ്ങളുടെ അടക്ക ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. പക്ഷെ ഇപ്പോഴും എന്റെ കുഞ്ഞ് അണഞ്ഞു പോകാതിരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ രഹസ്യമുള്ളൂ, ഒരു പുരോഹിതൻ അതിന്റെ പുറകിൽ അധ്വാനിക്കുന്നുണ്ട്. ഉഷസ് തോറും ഒരു പുരോഹിതൻ അധ്വാനിക്കുന്നുണ്ട്. ആമേൻ. ആ പുരോഹിതനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? അവൻ ഇസ്രായേലിന്റെ പരിപാലകനാ. നമ്മൾ പുതച്ചുമൂടി കിടന്നുറങ്ങുന്ന രാത്രിയിൽ അവൻ ഉറങ്ങുന്നില്ല. നീ കെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ വീടിനകത്ത് ആ പുരോഹിതൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവര് പറ, എന്റെ കുഞ്ഞ് അണഞ്ഞു പോകത്തില്ല. അവൻ കെട്ടുപോകാതിരിക്കാൻ എന്റെ കൈ അവന്റെ പുറകിലില്ലെങ്കിലും, എന്റെ സഹവിശ്വാസികളെ കരം അവന്റെ പുറകിലില്ലെങ്കിലും അവന്റെ പുറകിൽ എന്റെ പുരോഹിതന്റെ ഒരു അധ്വാനം ഉണ്ട്. സ്തോത്രം. ഇനി പുരോഹിതൻ മാത്രം മതിയോ? പോരാ. അടുത്ത വാക്യം കിടക്കുക. 6:12 സെക്കൻഡ് പാർട്ട് പറയുക, പുരോഹിതൻ അധ്വാനിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ അടുത്ത വാക്യം കിടക്കുക, അതിന്മേൽ ഒരു വിറക് കത്തിച്ചിട്ട് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മേൽ സമാധാനയാഗങ്ങളും മേധസ്സും നീ ദഹിപ്പിക്കണം. സമാധാനയാഗം, പിന്നെ അടുത്ത യാഗം ഹോമയാഗം. സമാധാനയാഗം, ഹോമയാഗം, ഈ 2 യാഗങ്ങളും സ്വമേധായാഗങ്ങളെ കാണിക്കുക. എന്റെ സഹോദരങ്ങളെ, നിർത്തി ഞാനൊരു പദം പറയാം. ഞാൻ കെട്ടുപോകാതിരിക്കാൻ, ഞാനാകുന്ന വെളിച്ചം അണഞ്ഞു പോകാതിരിക്കാൻ ഒന്നൊരു പുരോഹിതൻ എന്റെ പുറകിൽ അധ്വാനിക്കുന്നുണ്ട്, ശരിയാ. എനിക്കൊരു ദൈവമുണ്ട്, ശരിയാ. പക്ഷേ അത് മാത്രം പോരാ, ഒരു സ്വമേധായാഗം എനിക്കുണ്ടാകണം. ഞാനൊന്ന് ഡെഡിക്കേറ്റഡ് ആകണം. ഞാനൊന്ന് അതിനു വേണ്ടി സമർപ്പിക്കണം. ഇറങ്ങിയൊരു പദം പറയട്ടെ. ഒരു മനുഷ്യന്റെ മേൽ ഭൗതിക നന്മകൾ ദൈവത്തിന് കൊടുക്കാൻ അവന്റെ അനുവാദം ദൈവത്തിന് വേണ്ട. ഇതിനകത്തിരിക്കുന്ന സകല കുടുംബങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വണ്ടി തരാനോ, നിങ്ങൾക്ക് വിസ തരാനോ, നിങ്ങളെ സ്തോത്രം മക്കൾക്ക് അഡ്മിഷൻ കൊടുക്കാനോ, നിങ്ങൾക്ക് സൗഖ്യം തരാനോ നിങ്ങളുടെ അനുവാദം ഇല്ലെങ്കിലും ദൈവത്തിന് അത് തരാൻ കഴിയും. സ്തോത്രം. പക്ഷെ നിങ്ങളുടെ മേൽ ആത്മീയ ബ്ലെസ്സിങ്സ് ദൈവത്തിന് തരണമെങ്കിൽ, നിങ്ങളുടെ മേൽ സ്പിരിച്വൽ ഗ്രോത്ത് ദൈവത്തിന് തരണമെങ്കിൽ നിങ്ങളുടെ സഹകരണം ഇല്ലാതെ ദൈവത്തിന് അത് തുറക്കാൻ പറ്റത്തില്ല. പത്രോസ് ചോദിച്ചിട്ടല്ല ദൈവം പടക് നിറച്ച് മീൻ കൊടുത്തത്. പത്രോസ് പറഞ്ഞോ, ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും ഇല്ല, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പത്രോസ് ചോദിച്ചില്ല. ദൈവമാ പറഞ്ഞത് ആഴത്തിലേക്ക് നീക്കി മീൻപെടുത്ത്. അപ്പോഴാ പത്രോസ് പറഞ്ഞു, പറ്റത്തില്ല കർത്താവ്, രാത്രി മൊത്തം അധ്വാനിച്ചതാ. ചോദിക്കാതിരുന്ന പത്രോസിന്റെ പടകിൽ നിറച്ച് മീൻ കൊടുക്കാൻ പത്രോസിന്റെ അനുവാദം ദൈവത്തിന് വേണ്ട. പക്ഷെ അതേ പത്രോസിനെ, കേട്ടോ, അതേ പത്രോസിനെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കാൻ, ഒരു ആത്മീയ ബ്ലെസ്സിങ്സിലേക്ക് കൊണ്ടുവരാൻ 3.5 വർഷം ദൈവം കടന്ന് അധ്വാനിക്കുക. എന്നെ ഒരു അഭിഷേകത്തിൽ നിറയ്ക്കണമെങ്കിൽ, എന്റെ അകത്ത് കൃപാവരം കത്തിക്കണമെങ്കിൽ എന്റെ സഹകരണം ദൈവത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ ഒന്ന്, ഞാൻ കെട്ടുപോകാതിരിക്കാൻ ഒരു പുരോഹിതന്റെ അധ്വാനമുണ്ട്. 2, എനിക്കൊരു സ്വമേധായാഗം വേണം. ഇനി അത് മാത്രം മതിയോ? പോരാ. പുറപ്പാട് പുസ്തകം 39:37 വാക്യം പറയാ, വിളക്ക് കെട്ടുപോകാതിരിക്കാൻ 3-മതൊരു കാര്യം വേണം. 39:38 വാക്യം പറയാ, വെളിച്ചത്തിന് എണ്ണ വേണമെന്ന് പറയുക. എണ്ണ എന്താ? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക.
അഭിഷേകം ഇല്ലെങ്കിൽ ഞാൻ കെട്ടുപോകും സഹോദര. അനോയിന്റിങ് ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. ഞാൻ ചോദിക്കട്ടെ, അഭിമന്യു പാസ്റ്റർ, ഇന്ന് രാവിലെ നിങ്ങൾ വിളിച്ച് മീറ്റിംഗ് നടത്താനുള്ള കാരണം എന്റെ സർട്ടിഫിക്കറ്റ് കണ്ടോണ്ടാണോ? ഞാൻ ഏത് കോഴ്സ് പഠിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. എന്റെ കയ്യിൽ എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്? ആ പാസ്റ്ററിന്റെ കയ്യിൽ 10 സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്നാൽ ഇന്ന് പുള്ളിയെ വിളിച്ച് പ്രസംഗിപ്പിക്കാം എന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ എന്നെ മെസ്സേജിന് വിളിച്ചത്? അല്ല. ആമേൻ. നമ്മളെ ഒരു മനുഷ്യൻ മാനിക്കുന്നെങ്കിൽ, നമ്മളെ ഒരു മനുഷ്യൻ ഒരിടത്ത് കൊണ്ടുപോകും, നമ്മുടെ മേലെ അഭിഷേകം കിടക്കുന്നത് കൊണ്ടാ. ഇരിക്കുന്നവര് പറ, എന്റെ തലമുറ ഉയർത്തപ്പെടാൻ, എന്റെ തലമുറ മാനിക്കപ്പെടാൻ അവന്റെ മേലെ അഭിഷേകത്തിന്റെ എണ്ണ വേണം. അതില്ലെങ്കിൽ അവൻ തകർന്നു പോകും. 1000 സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ അഭിഷേകമില്ല. കുഞ്ഞ് ഉടഞ്ഞു പോകും. വാത്സല്യ ദൈവമക്കളെ, ഇന്നു മുതൽ പ്രാർത്ഥിക്ക്, എന്റെ കുഞ്ഞ് കെട്ടുപോകാതിരിക്കാൻ അവന്റെ ശിരസിലൊരു എണ്ണ വേണം, വെളിച്ചത്തിനൊരു എണ്ണ വേണം എന്ന് പഠിപ്പിക്കുക. രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഇത് വെളിച്ചം കെട്ടുപോകാതിരിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ. പക്ഷെ ഇവിടെ പിശാചിന്റെ അജണ്ട നിങ്ങൾ കണ്ടോ? ഇങ്ങനെ പുരോഹിതൻ അധ്വാനിച്ചു, എനിക്കൊരു സ്വമേധ യാഗം നടത്തി, വെളിച്ചത്തിന് എണ്ണയിട്ടു. ഇത് 3 നിമിത്തമാണ് ഞാനിപ്പോ കത്തി നിൽക്കുന്നേ. ഇത് 3 നിമിത്തമാണ് ഈ രാജ്യത്ത് ഞാൻ ജ്വലിച്ചു നിൽക്കുന്നേ. ഞാൻ നശിച്ചു പോകാം. എന്റെ ശവപ്പെട്ടി ഉയരാത്തതിന്റെ കാര്യം ഈ 3 കാരണങ്ങൾ ഉള്ളത് കൊണ്ടാ. ഒരു പുരോഹിതൻ, എന്റെ ഒരു ഡെഡിക്കേഷൻ, പിന്നെ എന്റെ മേലൊരു എണ്ണ അഭിഷേകത്തിന്റെ, അതുകൊണ്ടാണ് ഞാൻ ഉടഞ്ഞു പോകാതിരിക്കുന്നേ. ആ രാജ്യത്തിനകത്ത് നിങ്ങളെക്കാൾ ഡ്രൈവിംഗ് സ്പീഡിനകത്ത് പോകുന്നവരില്ലേ? നിങ്ങളെക്കാൾ സ്പീഡ് കുറഞ്ഞ് വണ്ടി ഓടിക്കുന്നവരില്ലേ? ആ കൂട്ടത്തിൽ നിങ്ങളുടെ വാഹനത്തെ ദൈവം നിയന്ത്രിക്കുന്നതിന്റെ രഹസ്യം അറിയാമോ? ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ വാഹനത്തിനകത്ത് ഉള്ളത് കൊണ്ടാ. എണ്ണ നമ്മുടെ ശിരസിനകത്ത് കിടക്കുന്നത് കൊണ്ടാ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. ഇത് ഞാൻ കത്തി നിൽക്കാനുള്ള രഹസ്യമാണ്. പക്ഷെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ മത്തായി 5:14 പിശാചിന്റെ അജണ്ട കണ്ടോ? ഇങ്ങനെ കത്തി നിൽക്കുന്ന വെളിച്ചത്തെ മറച്ചു കളയുക അവൻ. വിളക്ക് കത്തി, പക്ഷെ വിളക്ക് കത്തിയിട്ട് അത് മറഞ്ഞിരിക്കുക. അത് കട്ടിലിന്റെ കീഴെ മറഞ്ഞിരിക്കുക, തണ്ടിമേൽ ശോഭിക്കുന്നില്ല. ഈ സ്ഥലം സഭയോട് ആത്മാ പറയുന്നു, ഒന്ന് കത്തി നിൽക്കുന്നെങ്കിൽ, ഒന്ന് ചൊലിച്ചു നിൽക്കുന്നെങ്കിൽ നീ പുറത്തു വരണം. പിശാച് മറച്ചു വെച്ചിരിക്കുക. പൈശാചിക മണ്ഡലങ്ങൾ എങ്ങനെയാ ഒരു വെളിച്ചത്തെ മറച്ചു കളയുന്നേ? അതും കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. പൈശാചിക മണ്ഡലം ഒരു വെളിച്ചത്തെ മറയ്ക്കുന്നതിന് 3-4 കാരണങ്ങളുണ്ട് സഹോദരങ്ങളെ. പൈശാചിക മണ്ഡലം ഒരു വെളിച്ചത്തെ മറയ്ക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ കേൾക്കണോ? ലേവ്യ പുസ്തകം 4:13 വാക്യം. ലേവ്യ പുസ്തകം 4:13 വാക്യം അവിടെ കിടക്കുകയാണ്. ലേവ്യ പുസ്തകം 4:13 വാക്യത്തിൽ കിടക്കുക, ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും. സ്തോത്രം. അപ്പോ എന്റെ വെളിച്ചത്തെ മറച്ചു കളയുന്ന പൈശാചിക മണ്ഡലത്തിന്റെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത്, ഞാനൊരു പാപം ചെയ്താൽ, അബദ്ധവശാൽ ഞാനൊന്ന് പിഴച്ചാൽ, അത് നിമിത്തം ഞാൻ മറഞ്ഞു പോകും. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുക. പാപം നിമിത്തം ഒരു മനുഷ്യൻ മറഞ്ഞു പോകും. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ, എന്നെ ഇച്ചിരി കൂടെ കെയർ ചെയ്തൊന്ന് കേൾക്കണേ. പാപം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ കത്തത്തില്ല, നമ്മൾ മറഞ്ഞു പോകും. നമ്മുടെ അകത്ത് കൃപയുണ്ടെങ്കിലും, നമ്മുടെ അകത്ത് ദൈവശക്തി ഉണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് 1000 വാക്തത്വം ഉണ്ടെങ്കിലും പാപത്തിന്റെ സീഡ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ മറഞ്ഞു പോകും സഹോദരങ്ങളെ. എന്തുകൊണ്ടാ പെന്തക്കോസ്തിന്റെ 4-ാം തലമുറ എഴുന്നേറ്റ് വരാത്തത്? ഒരു പാപത്തിന്റെ സീഡ് അവരുടെ അകത്ത് കിടക്കുക. 2 പാപങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഒന്നാമത്തെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, രണ്ടാമത്തെ പാപം മറഞ്ഞിരിക്കുന്ന പാപം. എന്ന് പറഞ്ഞ്, വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, മറഞ്ഞിരിക്കുന്ന പാപം. കേൾക്കണം ഒരു ചരിത്രം. നാട്ടുകാരെല്ലാം കൂടെ ഒരു ആന്റിയെ പിടിച്ച് യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു. എല്ലാരും കൂടെ പറഞ്ഞു, കർത്താവേ, IPC 341 പറയുന്ന പോലെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു പറഞ്ഞു, ചുമ്മാതിരി, IPC ഷാരോണും ഇൻഡിപെൻഡന്റ് ഒക്കെ നിൽക്കട്ടെ. തന്റെ ഇടവില്ലെങ്കിൽ പാപമില്ലാത്തവൻ കല്ലെറി, തന്റെ ഇടം ഉണ്ടെങ്കിൽ പാപമില്ലാത്തവൻ കല്ലെറി. സ്വതന്ത്രം. കല്ല് താഴിട്ടൊരു കമ്മ്യൂണിറ്റി പോയ കമ്മ്യൂണിറ്റി യേശു പിടിച്ചു നിർത്തി, ജോർജ ഒന്ന് നിൽക്കടാ, നീ മറ്റേ പാപം ചെയ്തോണ്ടല്ലയോ കല്ല് താഴിട്ട്? യേശു ചോദിച്ചില്ല. തോമസെ ഒന്ന് നിൽക്കാവോ, ഇന്നലെ മറ്റേ പാപം ചെയ്തോണ്ടാണോ കല്ലെറിയാത്ത? യേശു ചോദിച്ചില്ല. അവിടെ 2 പാപം യേശു വെളിപ്പെടുത്തുക. ഒന്ന് ഈ ആന്റിയുടെ പാപം, അതും വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. അവളിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗമാ. നാട്ടുകാരെല്ലാം അവളെ ട്രോൾ ഉണ്ടാക്കി കളിക്കുക. അപ്പൊ ഈ കമന്റ് ഇടുന്ന അച്ചായനോടാ ദൈവത്തിന് പറയാനുള്ളത്. ഈ ട്രോൾ ഉണ്ടാക്കുമ്പോഴേ കമന്റ് ഇടുന്ന അച്ചായനില്ലയോ, പുള്ളിയോടാ ദൈവത്തിന് പറയാനുള്ളത്. തന്റെ ഇടം ഉണ്ടെങ്കിൽ പാപം ഇല്ലെങ്കിൽ കമന്റ് ഇട്, തന്റെ ഇടം ഉണ്ടെങ്കിൽ പാപം ഇല്ലെങ്കിൽ അതിന് കമന്റ് ഇട്. അപ്പൊ ഈ അച്ചായന്റെ പാപം മറഞ്ഞിരിക്കുന്ന പാപമാ. സോഷ്യൽ മീഡിയ തരംഗമായിരിക്കുന്ന ആ മനുഷ്യന്റെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. പെന്തക്കോസ്തി 2 പാപം ഉണ്ടച്ചാ. ഒന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, 2 മറഞ്ഞിരിക്കുന്ന പാപം. നമ്മൾ ഈ തലയിൽ സ്ക്രാഫൊക്കെ ഇട്ട് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ സ്വോത്രം പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ പാപം ഇപ്പൊ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാ. ഇവിടെ വായിച്ച വാക്യം എന്നാ? അവർ പാപം ചെയ്തു, അബദ്ധവശാ ചെയ്തതാ. പക്ഷെ ആ പാപം സഭയുടെ കണ്ണിന് മറഞ്ഞു. പാസ്റ്റർ അറിഞ്ഞില്ല, വിശ്വാസി അറിഞ്ഞില്ല അച്ഛൻ പാപം ചെയ്തത്. അതുകൊണ്ടല്ലയോ ഈ തന്റെ ഇടത്തോടെ വന്നിരിക്കുന്നേ. ഞാൻ ഇന്ന് രാവിലെ ഒരു കൊച്ചു രഹസ്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാം, എന്റെ വിശ്വാസം. അതെ, എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാം. എന്റെ സ്ക്രീൻ ഇപ്പൊ അങ്ങ് എറൈസ് ആവുക, അതങ്ങ് ബ്ലാങ്ക് ആവുക. പകരം അവിടെ ഇരിക്കുന്ന ഓരോരുത്തർ കഴിഞ്ഞ ഒരാഴ്ച മൊത്തവും ചെയ്ത സകല കുരുത്തക്കേട് അവിടെ എഴുതി കാണിക്കുക എന്ന് ചിന്തിക്കുക. കർത്താവ്, ഞാനല്ല കർത്താവ്, എന്നായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ? എന്റെ തമ്പുരാനെ തൂങ്ങിച്ചത്താ മതി, അതിനേക്കാൾ ഭേദമാണ്. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മൊത്തം നമ്മൾ ചെയ്ത കുരുത്തക്കേട് ഇവിടെ ഇങ്ങനെ പബ്ലിക്കിനെ എഴുതി കാണിക്കുക. ജോർജ് ചെയ്ത കുരുത്തക്കേട്, ഭാര്യയെ വഴിക്ക് പറഞ്ഞു, മക്കളെ തല്ലി, എല്ലാം സിനിമ കണ്ടു, സീരിയൽ എല്ലാം എഴുതി കാണിക്കും. അതിനേക്കാൾ നല്ല പോയി തൂങ്ങിച്ചാകുന്നതല്ലേ. സ്തോത്രം.
മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ പാവം ഇപ്പൊ മറഞ്ഞിരിക്കുക, അത് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോ ഓഫ് കാണിക്കുന്നത്. രണ്ട് പാപമുണ്ട്. സ്തോത്രം. ഈ പാപം നിമിത്തം നമ്മൾ മറഞ്ഞു പോകും. ബൈബിൾ പഠിപ്പിക്കുക, നമ്മൾ കത്തത്തില്ല. എത്ര അകത്ത് വാക്തത്വമുണ്ടെങ്കിലും നമുക്ക് വെളിപ്പെടാൻ പറ്റത്തില്ല, നമ്മൾ മറഞ്ഞു പോകും. ആകയാൽ വെളിച്ചത്തെ മറച്ചു കളയുന്ന രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് തലമുറകളിൽ കയറി പിടിക്കുന്ന പൈശാചിക മണ്ഡലം. അത് വെളിച്ചത്തെ നശിപ്പിച്ച് കളയും. തലമുറകളിൽ പിശാച് കയറിയാൽ ആ തലമുറയുടെ വെളിച്ചത്തെ പിശാച് മറച്ചു കളയും. ലൂക്കോസ് 9:37 വാക്യത്തിനകത്ത് അവൻ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലൂക്കോസ് 9:37 അതൊരു പ്രധാനപ്പെട്ട വാക്യമാണ്, വായിക്കാതെ പോകല്ലേ. ലൂക്കോസ് 9:37 ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടാൽ മതി. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു, ആ അപ്പന്റെ വിഷയം നിങ്ങൾ കേൾക്കണേ, ഗുരോ എന്റെ മകനെ ഒന്ന് കടാക്ഷിക്കണേ എന്ന് പറയുക. അവൻ ഞാൻ നിന്നോട് അങ്ങനെ അപേക്ഷിക്കുന്നെന്ന് പറയുക. പിന്നെ പറയാ, അവൻ എനിക്ക് ഒറ്റ കൊച്ചേ ഉള്ളൂ. എന്നാ പ്രശ്നം എന്നറിയാമോ? ഒരാത്മാവ് അവനെ പിടിക്കും, അവൻ പൊടുന്നനമേ നിലവിളിക്കും, അവനെ നുരപ്പിക്കും, പിടിപ്പിക്കും, പിന്നെ പ്രയാസത്തോടെ അങ്ങ് വിട്ടുമാറും. അപ്പൊ ഈ അകത്തിരിക്കുന്ന ഈ തലമുറയുടെ അകത്തിരിക്കുന്ന ഈ സ്പിരിറ്റ് എപ്പോഴും വെളിപ്പെടത്തില്ല. വെളിപ്പെട്ടു വന്നാൽ കൊച്ചിന്റെ അകത്തൊരു റലമൊക്കെ വെളിപ്പെടും, പതയൊക്കെ വരും, പിന്നെ അങ്ങ് പോകും. ഒരു നിമിഷം ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം മക്കളെ. ഈ സ്വാധീനം, ഈ സ്പിരിറ്റ് എപ്പം വരുമെന്ന് നമുക്ക് അറിയത്തില്ല. അതാ പ്രശ്നം. ഇതിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സ്പിരിറ്റാ, മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റാ. നമ്മൾ ഈ കൊച്ചുനാളിലൊക്കെ ഒളിച്ചു കളി കളിക്കാറില്ലായിരുന്നോ? അതുപോലെ ഹൈഡ് ആൻഡ് സീക്ക് ഇങ്ങനെ ഇങ്ങനെ മറഞ്ഞിരിക്കും, എപ്പോഴും വെളിപ്പെടത്തില്ല. ഇതിപ്പോ സ്കൂളിൽ പോകുമ്പോഴാണോ പിടിക്കുന്നത്? അത് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോഴായിരിക്കത്തില്ല, ചിലപ്പോൾ ചർച്ചിലോട്ട് വരാൻ ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഇത് കയറി പിടിക്കുന്നത്. സ്തോത്രം. ചിലപ്പോൾ ചർച്ചിൽ വരുമ്പോൾ ഒരുങ്ങി നിൽക്കുമ്പോഴും ആയിരിക്കത്തില്ല, ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് കാറിൽ കയറുമ്പോഴായിരിക്കും രണ്ടുപേരും രണ്ട് സംസാരം വന്നു. പിന്നെ അമ്മ അങ്ങോട്ടും തിരിഞ്ഞു, അച്ഛൻ ഇങ്ങോട്ടും തിരിഞ്ഞു. രണ്ടുപേരും, അച്ഛൻ്റെ ലോകം, എനിക്ക് എന്റെ ലോകം ആണോ. ചർച്ച വരുമ്പോൾ ഈ സ്പിരിറ്റ് അങ്ങ് വിട്ടുമാറും. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. അതുകൊണ്ട് ഇതെപ്പോ കയറി പിടിക്കുമെന്ന് നമുക്ക് ഒരു പിടുത്തോ. ചിലപ്പോൾ കല്യാണത്തിന് പോകുമ്പോഴായിരിക്കും, സ്തോത്രം, ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴായിരിക്കും പിശാച് കയറി പിടിക്കുന്നത്. അറിയാം, ഇതെപ്പോ പിടിക്കുന്ന ഒരു പിടുത്തോ ഇല്ല. ഇത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സ്പിരിറ്റാ, മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റ്. സ്തോത്രം. അപ്പൊ ഞാൻ ഇത്രയും നാൾ പ്രസംഗിച്ചുകൊണ്ട് ഇന്ന് ശിഷ്യന്മാർക്ക് കൃപയില്ലാത്തത് കൊണ്ടാ ഇതിനെ വെട്ടാൻ പറ്റാഞ്ഞത്. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി, കൃപയില്ലാത്തതുകൊണ്ടൊന്നുമല്ല എന്റെ ഷീബ ആന്റി. ഇത് വെളിപ്പെട്ട് വന്നാലല്ലേ ഇമാർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചപ്പോ ഈ കൊച്ചിനകത്ത് ഈ സാധനം ഇല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഷീബ ആന്റിയുടെ അകത്തൊരു പിശാച് ഉണ്ടെന്ന് ചിന്തിക്കുക, ഉദാഹരണമാണ്. സ്തോത്രം. ഷീബ ആന്റിയുടെ അകത്തൊരു പിശാച് ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പൊ ഇത് വെളിപ്പെട്ടാലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ, എവിടെ നിന്ന് വന്നതാ, എങ്ങോട്ട് പോവുക, ഇത് വണ്ടിക്കൂലി മുടക്കിയാന്ന് വന്നേ, ഇത് എത്ര എണ്ണം ഉണ്ട്, ഇതൊക്കെ എനിക്ക് ചോദിക്കണമെങ്കിൽ ഈ സാധനം വെളിപ്പെട്ട് വരണ്ടേ. വെളിപ്പെടാത്തതിനോട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പൊ ഇത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക, മറിഞ്ഞിരിക്കുന്ന പിശാച്. ചർച്ച വരുമ്പോ ഇതില്ല. അതായത് ഇതിന്റെ രസം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയും. ഇതിങ്ങനെ മറിഞ്ഞിരിക്കുന്നത് ഓഫീസിലൊക്കെ പോകുമ്പോൾ ബോസിന്റെ ആ ദേഷ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ അകത്തൊന്ന് നൊരഞ്ഞു പറഞ്ഞു വരത്തോളൂ. സ്തോത്രം. ഭാര്യയുടെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആ സാധനം വരത്തോളൂ. ഇത് പാസിന് മുമ്പേ വരത്തില്ല ഈ പ്രശ്നം. അതാണ്. കർത്താവ് വന്നപ്പോ ഇതിനെ മറിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല, ഇത് വെളിപ്പെട്ടു. അപ്പോ ദൈവം അതിനെ ശാസിയായി. തലമുറകളിൽ മറിഞ്ഞ്. എന്തുകൊണ്ടാണ് നമ്മൾ പിള്ളേർ പുറത്തു വരാത്തെ? പെന്തക്കോസ്തിന്റെ 4ാം തലമുറ എന്താ കാത്രം? അപ്പൊ നമ്മൾ പറയും കൊച്ചുങ്ങൾ വാക്യമൊക്കെ വായിക്കുന്ന പക്ഷേ സൺഡേ സ്കൂൾ നോക്കിയാ അപ്പൊ ഈ സാധനം അവന്റെ അകത്തില്ല, അത് മറിഞ്ഞിരിക്കുക. ഇതെപ്പോഴും വെളിപ്പെടത്തില്ല. ആകയാൽ ഒരു വെളിച്ചമാകുന്ന ദൈവകുഞ്ഞ് പുറത്തു വരാത്തതിന്റെ 3ാമത്തെ കാര്യം ഞാൻ പറയാം. അവന്റെ ആരോഗ്യത്തിൽ കയറി പിശാച് മറിഞ്ഞിരിക്കും. ഇതും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയമുള്ളൂ. അവന്റെ ആരോഗ്യത്തിൽ കയറി പിശാച് മറിഞ്ഞിരിക്കും. ഇതിനകത്ത് എനിക്കറിയാം, ഈ ചർച്ചിനകത്തിരിക്കുന്ന മെജോറിറ്റി ദൈവമക്കൾ ഇന്നും പുറത്തു വരാത്തതിന്റെ കാര്യം പറഞ്ഞ ആരോഗ്യത്തിൽ, ഹെൽത്തി കയറിയ പിശാച് മറിഞ്ഞിരിക്കുക. യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്കാണോ? അബ്രഹാമിന്റെ മകളാ, 18 വർഷമായി പിശാച് അവളകത്ത് കയറാൻ തുടങ്ങിയിട്ട്. 18 വർഷം. അബ്രഹാമിന്റെ കൊച്ചിന്റെ പ്രത്യേകത തന്നെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ദൂതന്ന അബ്രഹാമെ, ഞാൻ നിന്റെ നക്ഷത്രങ്ങളെ ആകാശത്തിലെ നക്ഷത്രം പോലെ, കത്തി ഉദിച്ചുയർന്ന് നിൽക്കേണ്ട അബ്രഹാമിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെ. പക്ഷെ പിശാച് അകത്ത് കയറി 18 സംവത്സരമായി ആന്റി കുനിഞ്ഞാ നടക്കുന്നേ. കത്തി ഉദിച്ചു നിൽക്കേണ്ട ആന്റി ഇപ്പൊ ഭൂമി കുനിഞ്ഞു നടക്കുക. തമ്പുരാമെന്ന് പറഞ്ഞ് 18 വർഷമായി ഇവിടെ ആരോഗ്യത്തിൽ കയറി പിശാച് മറിഞ്ഞിരിക്കുക. ഇത് വെട്ടണം എനിക്ക്. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന നമ്മളിൽ ചിലരോട് പറയും, നമ്മൾ ഇന്നും പുറത്തു വരാത്തതിന്റെ കാര്യം നമ്മളെ ശാരീരിക അസ്വസ്ഥതകളാ. നമ്മളെ ശരീരത്തെ രോഗമായി പിശാച് കയറി മറിഞ്ഞിരിക്കുക. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട്, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട്, ജോയിൻസിനകത്ത് പെയിൻ ആയിട്ട്, ഒന്ന് കൈയടിക്കാൻ കഴിയാതെ, ഒന്ന് നന്നായി ഉപവസിക്കാൻ കഴിയാതെ അൾസറായി കയറി അവൻ മറിഞ്ഞിരിക്കുക. ഇന്ന് രാവിലെ ഒന്ന് വെട്ടി പ്രാർത്ഥിക്കാമോ? അടകക്ഷം ദേനകസ്തനം ദിനേശികനെ ഹസ്തനാദിയാതന. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിനകത്ത് ഹോൾനൈറ്റ് മീറ്റിംഗ് നടത്തിയപ്പോ വന്ന ദൈവദാസൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യനകത്ത് സ്പിരിറ്റ് പുറത്തു വന്നു, ഭൂതം പുറത്തു വന്നു. അപ്പൊ ഈ ഭൂതം പറയാമേ, ഞാൻ ഇവനെ എങ്ങനെ കെട്ടിയെന്നറിയാമോ? ഇവന്റെ ചെവിക്കകത്ത് മുഴുവനും ഞാൻ പഴുപ്പാക്കി,
ഇവന്റെ കേൾവി ശക്തി ഞാൻ കുറച്ചു കളഞ്ഞു. എന്റെ സഹോദര, ഒരു മനുഷ്യന്റെ അകത്ത് സ്പിരിറ്റ് കയറിയപ്പോൾ, പിശാച് കയറിയപ്പോൾ അവന്റെ കേൾവി ശക്തി കുറച്ചു കളഞ്ഞു. അവന്റെ അകത്ത് ചെവിയിൽ മുഴുവനും പഴുപ്പാക്കി. പിശാചിന് ഇത് ചെയ്യാൻ പറ്റും. നിന്റെ ആരോഗ്യത്തെ കെട്ടാൻ പറ്റും, നിന്റെ അവയവങ്ങളെ കെട്ടാൻ പറ്റും, നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയെ കെട്ടാൻ പറ്റും. ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്ന് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറ, പിശാച് കയറി മറഞ്ഞിരിക്കുന്നത്, ഞാൻ പുറത്തു വരാതെ, ഞാൻ കത്തി നിൽക്കാൻ കഴിയാതെ എന്റെ ആരോഗ്യത്തെ രാവിലെ ഞാൻ വെട്ടുമെന്ന് വന്നാലേ പക്ഷെ വെളിച്ചമാകുന്നു. ഇത് മാത്രമല്ല, നിന്റെ ശിരസിൽ എണ്ണയുള്ളത് കൊണ്ടാണ് നീ കെട്ടുപോകാതിരിക്കും. ഇനി നീ മറഞ്ഞിരിക്കരുത്. മറച്ചു കളയുന്ന ഒന്നാമത്തെ സ്വാധീനം പാപമാണ്. 2 തലമുറകളിൽ കയറി പിശാച് മറിഞ്ഞിരിക്കും. 3 ആരോഗ്യത്തിനകത്ത് കയറി പിശാച് മറിഞ്ഞിരിക്കും. പൈശാചിക മണ്ഡലങ്ങൾ മറിഞ്ഞിരിക്കുന്ന 4ാമത്തെ കാലം കേട്ടിട്ട് പ്രാർത്ഥിക്കട്ടെ. പൈശാചിക മണ്ഡലം 4ാമത് മറിഞ്ഞിരിക്കുന്ന തലം സമാധാനത്തിൽ കയറി പിശാച് മറിഞ്ഞിരിക്കും. ഏറ്റവും ഗൗരവമുള്ള പദമാ സമാധാനത്തിൽ കയറി പിശാച് മറിഞ്ഞിരിക്കും. സമാധാനത്തിനകത്ത് കയറി. ബൈബിളിൽ ഒരു വാക്യം കേൾക്കണോ? നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്ത വാക്യം, അതോ ഇപ്പോ നിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുക. സ്തോത്രം. ദൈവം സമാധാനം തന്നു, പക്ഷെ ആ സമാധാനം വീട്ടിൽ വെളിപ്പെട്ട് വരുന്നില്ല. പീസ്ഫുൾ മൈൻഡ് ഇല്ല. എല്ലാം ഓർത്തിങ്ങനെ ആകുലപ്പെടുക, നീറി ജീവിതം തീർക്കുക. സമാധാനത്തിൽ കയറി പിശാച് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ദൈവത്തോട് പറ, എന്റെ സമാധാനം പുറത്തു വരും. ഞാൻ വെളിച്ചമാകുന്ന കുഞ്ഞ് പുറത്തു വരും. ഞാൻ കത്തി നിൽക്കും. ഈ പട്ടണത്തിന്റെ നടുവിൽ തണ്ടിന്മേൽ ശോഭിക്കുന്ന ഒരു വിളക്കായി ഞാൻ മാറും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഈ സഭയോട് ഒരാശംസാ വാക്യം പോലെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. 44-ാം സങ്കീർത്തനം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണുകൾ ക്ലോസ് യുവർ ഐസ് ആൻഡ് ലെറ്റ് us pray. 44-ാം സങ്കീർത്തനത്തിൽ കോരഹ് പുത്രന്മാര് പറയാ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്താപ്പാ മറഞ്ഞിരിക്കുന്നേ? 44-ാം സങ്കീർത്തനത്തിൽ കോരഹ് പുത്രന്മാര് പറയാ, നീ എന്താപ്പാ മറഞ്ഞിരിക്കുന്നേ? നീ എന്താ മറഞ്ഞിരിക്കുന്നേ? നീ എന്താപ്പാ വെളിപ്പെട്ട് വരാത്തെ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. 44-ാമത്തെ വാക്യം, നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നത് എന്താ? കണ്ണുകൾ അടച്ച് ഹൃദയ പ്രാർത്ഥിക്കാവോ? എന്താപ്പാ നീ എന്റെ മുമ്പിൽ മാറിയിരിക്കുന്നേ, മറഞ്ഞിരിക്കുന്നേ? കർത്താവ് പറയാ, ഞാൻ ഇപ്പം നിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നു, ശരിയാ. പക്ഷെ 45-ന്റെ 1-ാമത്തെ വാക്യത്തിൽ കോരഹപുത്രന്മാർ എഴുതി വെക്കുക, ആമേ സ്തോത്രം, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയും, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയും. 44-ാം സങ്കീർത്തനത്തിൽ ദൈവം മറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. പക്ഷെ 45-ാം അധ്യായത്തിൽ അവൻ രാജാവായി വെളിപ്പെട്ട് വരിക. മത്തായി പറയുക, അവൻ രാജാവാ. ആ രാജാവ് നിന്നോട് പറയുക, നീ ലോകത്തിന്റെ വെളിച്ചമാ, നീ കെട്ടുപോകല്ല്, നീ അണഞ്ഞു പോകല്. ഇപ്പം നീ മറിഞ്ഞിരുന്നാലും നീ പൂർവാധിക ശക്തിയോടെ വെളിപ്പെട്ട് വരണം. ഇപ്പം നീ മറിഞ്ഞിരുന്നാലും നീ പൂർവാധിക ശക്തിയോടെ വെളിപ്പെട്ട് വരണം. എത്ര പേർ കണ്ണുകൾ അടച്ച് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും? കർത്താവേ, ഈ സ്ഥലം സഭയെ എന്റെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുക. വാക്കുകൾക്ക് ശക്തി പോരപ്പാ, പക്ഷെ വചനത്തിലൊരു ഭയങ്കര പവറാണ്. ഈ സഭയോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ഒറ്റ കുഞ്ഞുങ്ങളും മറഞ്ഞു പോകരുത്. റെയിംസ്, മാൻ, ബേൻ, ഹസൻ, ആദിയ, അവർ ആരോഗ്യത്തിൽ കയറി പിശാച് മറഞ്ഞിരിക്കരുത്. അവർ തലമുറകളിൽ കയറി പിശാച് മറഞ്ഞിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവർ സമാധാനങ്ങൾക്കകത്ത് കയറി പിശാച് മറഞ്ഞിരിക്കരുത്. അവരുടെ അകത്ത് പാപത്തിന്റെ സീഡിട്ട് പിശാച് മറഞ്ഞിരിക്കരുത്. ഇവരെല്ലാം വെളിച്ചമാകുന്ന കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ഹസ്തനാദി ആരോഗ്യത്തെ കെടുത്തിക്കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ശബ്ദം പോലും പുറത്തേക്ക് വരാതെ ത്രോട്ട് ഇൻഫെക്ഷൻ ഇടുന്ന മുഴുവൻ സ്വാധീനങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ശാസിക്കുകയാണ്. ലൈംസ്മാൻ ഹസിയാതനാദന. അധികം ആഹാരം കഴിക്കുന്നില്ല, പക്ഷെ ആമേ സ്തോത്രം, ശരീരത്തിനകത്ത് ഭയങ്കരമായും വണ്ണം വെച്ച് ചൂർക്കുന്നത് പോലെയുള്ള സ്വാധീനങ്ങൾ ആത്മാ പറയുന്നു, ഈ തലങ്ങളെല്ലാം കർത്താവ് വെട്ടാൻ പോകുകയാണ്. ഇതിന്റെ മെഡിക്കൽ ടേം ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന സിംറ്റം മാത്രം ഞാനൊന്ന് ശാസിക്കുകയാണ്. ഹസ്തനാദിയാതന. ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, പക്ഷെ ശരീരം അങ്ങ് ചൂർക്കുന്നത് പോലെ, അസ്ഥികളൊക്കെ എവിടെയോ ചൂർക്കുന്നത് പോലെ. അന്തരം ദേനകസ്തനം ദിനേകക്ഷം ദീനകസ്യാതന. എസ്പെഷ്യലി ഇതിനകത്തിരിക്കുന്ന സഹോദരന്മാരോട് പരിശുദ്ധാത്മാ പറയുന്നു, ശരീരത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ തൊടുമ്പോൾ എന്തോ സ്കിന്നിങ്ങനെ മൂവ് ആകുന്നത് പോലെ, അകത്തേക്ക് ഒരു ചെറിയ മുഴകൾ പോലെ, അടകക്ഷം ദീനകസ്യാതൻ, അതിങ്ങനെ മൂവ് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ഫാറ്റ് പോലെ അടക സപ്തന ഹസ്തനാം ദേനകക്ഷം ദേനകസ്യ. വിഷയം രൂക്ഷമാണോ എന്നൊക്കെ ചിന്തിക്കുന്നു. ആത്മാ പറയുന്നു, വിശ്വസിക്ക്,
പ്രാർത്ഥിക്കുക. മരുന്നിനേക്കാൾ ദൈവത്തിന്റെ വചനത്തിന് ഒരു ഭയങ്കര ശക്തിയുണ്ട്. ആരോഗ്യത്തെ കെടുത്തിക്കളയാൻ, നന്മയെ ചോർത്തിക്കളയാൻ പിശാച് നീ വെളിച്ചമാകുന്ന കുഞ്ഞ് പുറത്തു വരാതിരിക്കാൻ അവൻ ആരോഗ്യത്തിൽ കയറി മറഞ്ഞിരിക്കുക. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുക. അടകസിയാതന ചില ഫാറ്റി ലിവറുകൾ യേശുവിന്റെ നാമത്തിൽ ഈ റലങ്ങളെ സ്വർഗം ഇന്ന് രാവിലെ ശാസിക്കുന്നതിന് ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. സാധാരണമായ സൗഖ്യങ്ങളെ ദൈവം കൽപ്പിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് രാവിലെ ശുശ്രൂഷകൾക്ക് അവസരം തന്ന ബഹുമാന്യ ദൈവദാസന്, സഭയ്ക്ക്, കുടുംബങ്ങൾക്ക് എന്റെ ഹൃദയം തുറന്നുള്ള നന്ദി. ആമേൻ. ഒരിക്കലും മറക്കരുത്, നാം വെളിച്ചമാണ്, നാം പുറത്തു വരും. God bless you all. I love you all. Amen.